ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ நீங்கள் பார்த்தீங்கன்னா ஒரு சர்ப்ரைஸ் மூவி. ஸோ அது பார்த்தீங்கன்னா ஒரு மலையாளம் மூவி. நம்ம ரொம்ப நாள் ஆச்சுல சர்ப்ரைஸ் போட்டு. ஆமாம். ஸோ இன்றைக்கி நாங்கள் பார்த்தீங்கன்னா இந்த படம் நம்ம கமெண்ட் செக்ஷன்லேயே வந்துச்சு. அண்ட் ஆல்சோ இது கொஞ்சம் ஃபேமஸான மூவி. நேஷ்னல் அவார்டு வாங்கியிருக்கு. பெஸ்ட் ஃபீச்சர் ஃபிலிம் மலையாளமில் வாங்கியிருக்கு. ஸோ இப்போ கரண்ட்லி ட்ரெண்டிங்காகவும் இந்த படத்தை பற்றி நிறைய பேசிகிட்டே இருக்காங்க. அண்ட் எங்கள் கமெண்ட்ஸ்லேயும் வந்துருக்கு. ஸோ எல்லாத்தையும் நீங்கள் கண்டுபிடிச்சிருப்பீங்க, இதுக்கு முன்னாடியே கண்டுபிடிச்சிட்டு இருப்பீங்க. ஸோ இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா ஆட்டம் தி ப்ளே. இந்த படத்தோட டைரக்டர் யார் அப்படின்னு பார்த்தீங்கன்னா ஆனந்த் எக்கர்ஷி. ரிட்டன் பையும் அவரே தான். ஸோ இந்த படத்தோட காஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா ஜரீன் ஷிஹாப், வினய் ஃபோர்ட் அண்ட் கலாபவன் ஷஜோன். நிறைய பேர் இருக்காங்க. இதுதான் மெயின் காஸ்டிங் மாதிரி இருக்குது. ஸோ இந்த படத்தோட ஆண்ட்ரே இது ஒரு த்ரில்லர் நினைக்கிறேன். அதான் பேர் பார்த்தாலே தெரியுது. ப்ளே ஒருவேளை இது மாதிரி இருக்குமோ. நான் ஃபர்ஸ்ட் ஒரு இங்கிலீஷ் படம் பார்த்தேன், ஜேம்ஸ் பாண்ட் கூட வச்சிருப்பாரு. மிரரா கிளாஸ் ஆனியன் அந்த மாதிரி நினைக்கிறேன். ஏன்னா அப்படிதான் இருக்குது போஸ்டர் பார்த்தா. ஸோ இதுதான் படத்தோட காஸ்டிங், டைரக்ஷன், ஆண்ட்ரே எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ഫോട്ടോസൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യുന്നു. വർക്കിൽ ജേസൺ വളരെ ഹാപ്പിയാണ്. ബട്ട് നിങ്ങൾ കുറച്ച് സ്ലോ ആണെന്ന് അവൻ്റെ ഒരു ഫീലിംഗ്. ഓ, വർക്കൊക്കെ നല്ലതാവുമ്പോൾ കുറച്ച് സ്ലോ ആവുമല്ലേ മോളെ? ജേസൺ ചേട്ടനെ ഞാൻ വിളിക്കാം. എന്തായാലും ക്രിസ്മസിന് മുന്നേ തന്നെ പണി തീർന്നിരിക്കും, ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഈ ആഴ്ച തന്നെ പ്ലാസ്റ്ററിങ് ഒക്കെ തുടങ്ങും. തീരണം. അവധിക്ക് വരുമ്പോൾ ഒരു 10 ദിവസമെങ്കിലും ഈ പുതിയ വീട്ടിൽ കഴിയണമെന്നാണ് അവൻ്റെ ഒരു പ്ലാന്. ആ, തീരും, ഡെഫിനറ്റ്ലി തീരും. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പത്മിനി. படிடா படி இந்த மலையாளம் ஜோ ஏன் அந்த லவர் படத்தில் அது மாதிரி இல்லை? ஓ, இதுதான் நடக்க போகிறான் வீட்டில். ஓ, ப்ளே இது ஸ்டோரி ப்ளே போலடா. നീ വന്നോ? ഞാൻ വിചാരിച്ചു നാടകത്തിനിടയിൽ ചായയായിട്ട് തള്ളിക്കറി വരും. അഞ്ജലി നോക്കിയടി, ഇതൊക്കെ അല്ലേ? ആ, ഓക്കെയാണ്. പക്ഷെ പയ്യനാണ്, ഇച്ചിരി മോശമായിപ്പോയി. ഇതിലും ചെറിയ പ്രായത്തിലുള്ള ബിരുദന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്കത് അറിയാത്തോണ്ടോ? എന്നിട്ട് പറയല്ലേ, തലക്ക് തീ പിടിച്ചിരുന്ന ദിവസമോ കൽപ്പിച്ചാൽ പറയാല്ലേ. പിന്നല്ല, ഈ കടമൊക്കെ മാറിയിട്ട് പറയാൻ മൂത്ത് നരച്ച് പോവുള്ളൂ. ധൈര്യമായിട്ട് പറ, സെറ്റാവും. എന്നും ദോശ ചമ്മന്തി ഒരു സുഖമല്ലേ? സാറിനോട് സൂചിപ്പിച്ചാണേ. അളെ ഞാൻ മുഴുവൻ വായിച്ചു വെച്ചാ ശരിയാവോ? ഞാൻ നാളെ രാവിലെ വിളിക്കാൻ വേണ്ടി. നമുക്ക് നാളെ വൈകിട്ടൊക്കെ നേരിട്ട് കാണാം. പോരാ, രാവിലെ വിളിക്കാം. 5 മിനിറ്റ് നടക്കട്ടാ. എന്നാലും ലേറ്റ് ആയാലും മറന്നില്ലല്ലോ, ഇരിക്കട്ടെ. ചേട്ടനൊന്നുമില്ല ഇവിടെ, ഇത് മുഴുവൻ എൻ്റെ. ചേട്ടൻ അവിടെ പാൽച്ചായ വേണ്ടോനെ കട്ടനില്ലടാ. അതെ, ഇത് ആരുടെ ഫോണാ? ഞാൻ എൻ്റെ ഒന്ന് ചാർജ് ചെയ്തോട്ടെ. എന്റെയാണ് മാറ്റില്ലേ? ചേട്ടാ, എൻ്റെ ഫോൺ ഓഫായി. അതിൽ 20% എടുത്തടാ. എല്ലാരും ചിരിച്ചേ. എന്താണ് ചേട്ടാ, ബാക്കിയുള്ളവരെ ആരും കാണാൻ പറ്റുള്ള നിങ്ങൾ നിൽക്കണോണ്ട് ഇല്ലേ? അത് നിനക്ക് ഹൈറ്റ് ഇല്ലാതെ മതി. ഇതാ എല്ലാരും ഇവിടെ നോക്കണേ, ഇങ്ങോട്ട് നോക്കുന്ന ചിരിച്ചേ. ഇതെല്ലാരും കിട്ടുന്നില്ലടാ, ഇന്നത്തെ വൈഡ് ആംഗിൾ ഇല്ലാത്തത്. ഇത് ആരുടെ ഫോണത്? എൻ്റെ. ആ, ഇവ കൂതറ ഫോണായിട്ടുണ്ട് ഇറങ്ങി. ഞാൻ എൻ്റെ ഫോണിലെടുത്ത് കാണിക്കാം. ഇവിടെ നോക്കിയേ, കണ്ട ടേൺ മാറിയത് കണ്ട. അതെ, ആവശ്യമില്ലാത്ത ചില കോംപ്ലക്സുകളാണ് നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നം. എല്ലാവരും ചിരിച്ചേ. Expand on the possibilities and the suggestive structures the playwright allows you. എന്താ ചെയ്യാൻ സാറിനെ വിളിച്ചെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേർ ഇങ്ങനത്തെ അടവൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരു രസമാണ്. എനിക്കൊരു 3 വയസ്സുള്ള കുട്ടിയില്ലേ, അയ്യോ പെണ്ണിനെ കണ്ടല്ലോ. പൊക്കോ സാറേ, ഹരിയേട്ടൻ പറഞ്ഞ സാറിനെ വിളിച്ചു. പോ ചെല്. ഒരുമാതിരി ഊമ്പി ഒരു കാണിക്കല്ലോ. ഭീഷണിയാണോ? പേടിച്ചോ? എടാ, നീ ഒരാണല്ലോ, നീ ഇങ്ങനെ പേടിക്കോ? ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ വരുന്ന കോമഡി, ചുമ്മാ കോമഡി. പതുക്കെ കറങ്ങി വരിക, തലപ്പറകിലേക്ക് എടുക്കുക, വീണ്ടും സ്ട്രെച്ച് ചെയ്യുക, അറ്റത്തേക്ക് പോവുക. ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഈ മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ ഒരു കിസ്സിങ്ങിന്റെ ഫീൽ ഉണ്ടാവും. ഷാഡോ പുതിയതായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇനിയുള്ളൊരു 1.25 മണിക്കൂർ സമയം നിങ്ങളുടെ മനസ്സ് സ്റ്റേജിലായാലും പുറത്തായാലും പൂർണ്ണമായും വേഷത്തിൽ നിർത്തും. 10-40 തവണ കളിച്ചതിൻ്റെ ഒരു സാധനം ഇട്ട് കാണിക്കരുത്. ജോഡി കഴുത്ത് ശ്രദ്ധിക്കണം.
വലിയ മറിയിൽ വേണ്ട. 3 ആഴ്ച കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു പെർഫോമൻസ് ഉള്ള നടത്തും. അപ്പോൾ അത്ര തന്നെ നന്നായിട്ട് ചെയ്യാം, നന്നാവും. സാർ എനിക്ക് പ്ലീസ്. വേറൊന്നുമല്ല, ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാധ്യതയുണ്ട്. ഞാൻ വിളിച്ചിരുന്നപ്പോൾ അവർ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഫോറിനേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പലർക്കും ഉണ്ടാവും കേട്ടല്ലോ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. കപിലിനല്ല ഞാൻ, ദേവദത്തൻ. ദേവദത്തനോ? നീയോ? നിന്റെ വാക്കുകൾക്ക് ഇമ്പമില്ല, നിന്റെ ഉടലിന് അഗന്ധവുമില്ല. നിന്നെ മംഗലം ചെയ്തത് ഞാനല്ലേ? നിന്റെ ഉദരത്തിൽ എന്റെ ജീവനല്ലേ? പോയി മുഖം. നിന്റെ മാരീച വേഷത്തിൽ മയങ്ങുന്നവളല്ല ഞാൻ. ഞാൻ അവന്റേതാണ്, ഹീരോദാത്തനും അതിപ്രതാപ ഗുണവാനുമായ ദേവദത്തൻ. പഠിക്കാ ബ്ലൂ ലോട്ടസ് മലയാളത്തിലെ കിവാക്കാ. ദൂരത്ത് ഉണ്ടാവണം എന്നു മോഹനന്ദം വെടിയാതെ ആകാശത്തിൽ ഞാൻ ദശാബ്ദങ്ങൾ തപസ് ചെയ്തു, സർവവേദങ്ങളും ഹൃദ്യസ്ഥമാക്കി, സകല കലകളും കരതലാ മലകം പോലെ എന്നിൽ ഭദ്രം. നിന്റെ അഹങ്കാരത്തിന് നിന്റെ ഓങ്കാരത്തെക്കാൾ മുഴക്കമാണ്. വെട്ട് അകമേ തിരിഞ്ഞ് അഹം അഹം എന്ന് പൊന്തി വരുന്ന എല്ലാത്തിനെയും അരിഞ്ഞു വീഴ്ത്ത്. സാറുണ്ട് സാറുണ്ട് എല്ലാവരും ഉണ്ടല്ലോ? ഉണ്ട് സാർ. ഇത് നമ്മുടെ ഹരിയുടെ സുഹൃത്തുക്കളാണ്. ക്രിസ് ട്രിവർ, വൈഫ് എമിലി. ഇവർ നിങ്ങളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടി വന്നിരിക്കുക. പിന്നെ you can tell them, please. I've seen a few plays here in India, but this one really stands out. Very rooted and yet very contemporary. I mean, it's such a spectacle. You know, the lights, the music. This man, what a director. മനസ്സിലായോ? ഉള്ളിതാ സ്ഥലം പറഞ്ഞത്? ആദ്യം പറഞ്ഞ എല്ലാം അങ്ങ് മനസ്സിലായി. നാടകം നന്നായിരുന്നു പറഞ്ഞു. എല്ലാവരും താങ്ക്സ് പറഞ്ഞു മേടിച്ചേക്കേ. Thank you, sir. So, where's the lady of the play? Hi. You know, I think I have a bias to the lady of the play. I think she outdid all of you men. Were you dancing or flying, darling? Sorry? Were you dancing or flying? Oh. എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങൾ അത്ര പോരാ, ഓളാണ് കലക്കിയതെന്നാണ്. Anjali has been in this group from very young age. 16 or 17? 16. 16. Wow. Vinay also. We both came together. We were in school. Okay. അപ്പൊ ഇന്ന് നൈറ്റ് നമ്മളെല്ലാരെയും കൂടി ഇവർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുക. നമുക്കൊരു പാട്ട് തരാന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. ഇന്ന് അവിടെ ഫുൾ ഫ്രീയാ, വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാരും ഇന്ന് അവിടെ കിടക്കുന്നു. നാളെ രാവിലെ അവിടെ നിന്ന് പിരിയുന്നു. ഓക്കെ? അപ്പൊ ഇന്ന് നൈറ്റ് ഫുള്ള് മേളാക്കാം. അഞ്ജലി വെരി കാസ്ലാണ് പീഡിപ്പിച്ച് കളഞ്ഞല്ലോ പ്രശാന്ത് ഏട്ടാ. അതൊക്കെ ഓരോരുത്തരുടെ തിരിഞ്ഞ എന്തൊക്കെയോ ശരിയായ പോലെ അല്ലേ? താൻ ഫ്രീ ആണോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു 2 മിനിറ്റ്. ഞാൻ ഫ്രീ ആണ്, പക്ഷെ ഇത് ഷാജിദയുടെ ബാഗാ. ഇത് ഞാൻ ഒന്ന് പോയി എത്തിച്ചോട്ടെ? കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. ആ ഓക്കെ. ജോളി 3 ഫുള്ളായിരിക്കണം. നിന്റെ കൺട്രോൾ പോലടാ. പിന്നില്ലേ, പക്ഷെ നമുക്ക് വാക്ക് കൊടുത്തല്ലടാ. നീ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് വാക്കും കൊടുത്ത് നടന്നു. പിന്നെ ആതിരയുടെ വാക്കും കേട്ട് 2 വർഷം സീറ്റോലിയൊക്കെ നീ ആ ശവത്തിൻ്റെ പേര് ഇവിടെ പറയാതിരിക്കണം. ആ ശവത്തിൻ്റെ ഫോട്ടോ ഫോണിൽ കൊണ്ട് നടക്കാം. എടാ നിനക്ക് പേടിയില്ലേ? ആ നന്ദനങ്ങൾക്ക് കണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ കാണണ്ട ചേർന്നിരിക്കുക കെട്ടിപ്പിടിച്ചിരിക്കുന്നൊക്കെ വേണ്ടേ? അവൻ തന്നെ എടുത്ത ഫോട്ടോ ആണ് കാണണ്ട. എടാ ജോളി, ഇത് കുറേ ഉണ്ടല്ലോടാ. ഈ സാറിന് സായിപ്പ് കൊണ്ടുപോകുന്ന ഉറപ്പാണല്ലോ അല്ലേ?
സാറിന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ലട്ടാ. സാറ് പോവും, സാറിനറിയാം സാറോടെ നമുക്കൊരു ഫ്രീഡം കിട്ടൂല. ഇവിടെ വലുതാകുമ്പോഴേ ഇവിടെ ഞങ്ങൾ സന്യാസിയാക്കാൻ പോവാ ഇല്ലേ? ഞാൻ എന്താ ദിവാനിൽ കിടന്നോളാം. ഉമ്മായും മോളും സ്വസ്ഥമായിട്ട് ഈ ബെഡിൽ കിടന്നാൽ മതി. അവസാനം നിർബന്ധിച്ചപ്പോൾ വന്നല്ലോ. വലിയ ത്യാഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഖമായിട്ട് ഇവിടെ 3 പേർക്ക് കിടന്നുറങ്ങാം. അവിടെ കിടന്നാൽ മതി. സാറേ എന്നാലും നന്നായിട്ട് ഹരിയ റോൾ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. 4 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു നായക വേഷം കിട്ടി. 2 വർഷം മുമ്പ് ഒന്നിടത്തിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ സംഭവം സിനിമാകാരനൊക്കെ ഇരിക്കും. പക്ഷെ നാടകത്തിലാവും ഭയങ്കര ജൂനിയർ അല്ല സാറേ. അവനെ വെച്ച് ബുക്ക് ചെയ്യാനും അവനെ കാണാനും നിറയെ ആളുകൾ നിൽക്കുന്നുണ്ടോ. നമ്മുടെ സെൽവനും അജിക്കും ജോളിക്കും ഒക്കെ മാസം 14,000 രൂപ കിട്ടുമെന്ന് വെച്ചാൽ അതിനും അവനൊരു കാരണമല്ലേ. അപ്പോൾ ഞാൻ ഇനി അത് പ്രതീക്ഷിക്കേണ്ടല്ലോ സാറേ. വിനയ്, നീ നിന്നെ മാത്രം ഇതൊരു 7-ാം തീയതി മാറാവുള്ളൂ. എടോ താങ്ക് യു. ഇതൊരു ചെറിയ ഉപകാരമല്ല, ഞാൻ തിരിച്ചു തരാം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. ഒന്ന് പോയടാ അവിടുന്ന്. നീ സമയമൊക്കെ എടുത്തോ, കിട്ടുമ്പോൾ തന്നാൽ മതി. ഒരു ഉപകാരം ചെയ്യണം. ദൈവത്തെ ഓർത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഞാൻ നിനക്ക് പൈസ എന്നുള്ള കാര്യം പറയും. പിന്നെ ചാറ പറ ആവശ്യക്കാരായിരിക്കും. ഉണ്ടാ ബാ നടന്നു അടിക്കാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഹരിയേട്ടൻ്റെ കുറേ ഫിലിംസ് ഇപ്പോൾ വരുന്നുണ്ട്. പുള്ളി നാടകങ്ങളെയൊക്കെ പെട്ടെന്ന് നിർത്തും. ഡൽഹിയിലോട്ടൊന്നും വരാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ സൗകര്യമില്ലായ്മ കൊണ്ട് എനിക്ക് റോള് ചെയ്യണ്ട. ചേട്ടാ, ഇത് ഭയങ്കര മൂഡായിട്ടാണല്ലോ. എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. ഭയങ്കര മറന്നാണല്ലോ. സ്റ്റെറോയിഡാണ്. 10 ദിവസമേ ഉള്ളൂ. 6 മാസം 10 മാസം നീ എത്രയെന്ന് വെച്ചാൽ എടുത്തോ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശാസ്ത്ര കൊള്ളാമോ എടുക്കാം, അല്ലെങ്കിൽ എന്നെ കൂടി കാണാതെ ഇവിടെ ഔട്ടടിക്കും. സംശയമൊക്കെ തോന്നിക്കോട്ടെ. നിനക്കൊരു കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. എന്താ പെണ്ണു ചിരിക്കാത്തേ, ഏതാ പെണ്ണു ചിരിക്കാത്തേ, എന്തോ പെണ്ണ് ഏതാ പെണ്ണ്, പെണ്ണെന്താ ചിരിക്കാത്തേ. നീ ഇത് തന്നെ തിരിച്ചും പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓനങ്ങനെ വാക്കൊന്നും മാറില്ല അല്ലടാ. പിന്നെ നീ എന്നാ നാട്ടിലോട്ടൊക്കെ വരണേ? ഹലോ, സുഖല്ലേ? നിനക്ക് അവിടെ വേറെ ഒരു പണിയില്ലേ? അവിടെ ഉടുപ്പൊക്കെ ഒന്ന് മര്യാദ പറഞ്ഞു. ഞാനുങ്ങളെ കുറച്ച് ഫ്രീ ആക്കി വിടുക, അല്ലെങ്കിൽ അവർ കട്ട് കുടിക്കുമതാ. കൊലപ്പറ്റ ഒരു പ്രശ്നമില്ല. എങ്ങനെയുണ്ട് ഭോപ്പാൽ ജീവിതം? സുഖമല്ലേ? സുഖല്ലേ? കൊച്ചു തടാകം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ, നീ വെച്ച് വെച്ച് ഇവിടെ ഒരു പരിപാടി തുടങ്ങാൻ പോവുക. ക്ഷമിക്കാനാവില്ല. ഓടിച്ചു അച്ചക്കൊക്കെ മാറ്റി ഒരു മരം മറ്റൊരു പരിപാടിയാണെങ്കിൽ നിൽക്കട്ടോ. എന്താടാ എടാ, ഇതല്ലേ രസം. നമ്മളെല്ലാരും എൻജോയ് ഉണ്ട്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ ആ പുളി ചാടാൻ പോയതുകൊണ്ട് മൊത്തം കണ്ടു നീ പോയി. നിനക്കറിയാൻ മൂടണ്ട. ഹരിയുടെ വണ്ടിയിൽ സാധനമുണ്ട്, ഞാൻ കണ്ടതാ. ചോദിച്ചാൽ തരുമെന്നറിയില്ല. അവൻ്റെ വണ്ടിയിലല്ലേ ഇരിക്കണേ? താക്കോല് സംഘടിപ്പിച്ചാ പോരെ? മതി. ഞാൻ പോവാ. അഞ്ജലി ഒന്ന് വരൂ, എനിക്കൊരു പേഴ്സണൽ കാര്യം സംസാരിക്കണ്ടേ? ശാന്തേട്ടാ, ബോറാണ്.
ചേട്ടൻ പറയാൻ വരുന്ന കാര്യം എനിക്കറിയാം. ചേട്ടനെ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. നമുക്കിന്ന് ഇവിടെ വെച്ച് ഈ അസുഖം ഒന്ന് അവസാനിപ്പിക്കണം. ഞാൻ എന്നപ്പോൾ കിടക്കട്ടെ, നല്ല തലയുറക്കമുണ്ട്. ഹരിയേട്ടാ ഒരു സിഗരറ്റ് തരും. സിഗരറ്റിലടാ തീർന്നു. എന്താണ് അലിക്കാരും മൂട് തോന്നിയിട്ടല്ലേ? വല്ലപ്പോഴാണ് തോന്നണത്. അപ്പോൾ ഒട്ടുമില്ലത് ഇതിലൊന്നുമില്ലല്ലോ. അതല്ലേ തീർന്നു എന്ന് പറഞ്ഞു. എന്താണ് അലിയേട്ടാ ഒരെണ്ണം എന്താന്ന്? എടാ ആ കാറിന്റെ ഡാഷിൽ ഒരു പാക്കറ്റ് കിടപ്പുണ്ട്. അതിനകത്ത് അല്ല കീ എന്തിയെ? ഈ ആ ഡൈനിങ് ടേബിൾ ഒരു കൊട്ടയില്ല, ആ കൊട്ടയിൽ കിടപ്പുണ്ട്. അതെ ഒരെണ്ണം എടുക്കാവുള്ളൂ. എൻ്റെ പൊന്നിടന്ന ആ ഹരിയേട്ടൻ വല്ലതും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ല. നീ ആ ഫോണൊന്ന് എടുക്ക്, ഞാൻ സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. പ്ലീസ് നീ ആ ഫോണൊന്ന് എടുക്ക്. ஒழுங்கா போனுக்கு பேசிட்டு அவர் போயிட்டு தூங்கிட்டு இது நினைக்கிறேன் பாரினஸ் நினைக்கிறேன். இல்லை யாரோ பார்த்து நிற்கிறாங்க நினைக்கிறா. ப்ளூடூத் போன பார்த்து മോൾക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ട് ഞാൻ AC ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല കിടന്നു. ഇതാ ഒരു ഹോൾഡ്. അതെ അരമണിക്കൂറിൽ വണ്ടി എടുക്കട്ടോ. അതെ സായിപ്പ് മദാമൊക്കെ പോരും. ഒരു താങ്ക്സ് പറയാ, സ്റ്റാൻഡ് വിടുക. പണിക്ക് ആളാണേ. ഓള് പോയല്ലോ. ഒരു 5:30 ആയപ്പോൾ ഊബർ വിളിച്ചു പോയി. വർക്ക് സൈറ്റിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്നാണ്. 5:30 മണിക്കോ? ആ നമുക്ക് സുഖമില്ലേ? ചെറിയൊരു പനിക്കോളി. ശരി ഏട്ടാ. இது இந்த ஓரியன்ட் எக்ஸ்பிரஸ்னு அந்த மாதிரி போகுது. ட்ரெயினில் ஜானி டேப் போட்டுருவாங்க. ഞാൻ സംസാരിച്ചപ്പോഴേ കല്യാണത്തിന്റെ പകുതി നീ കൊടുക്കേണ്ട വരുമെന്ന് നിന്റെ അമ്മായിപ്പം ഡൈവേഴ്സ് കൊടുക്കാമല്ലോ. അച്ഛൻ ചോദിക്കുന്നതിൽ ന്യായമില്ലടാ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലേ വിനയേട്ടാ? ഇതിപ്പോൾ നമ്മുടെ ഡിവോഴ്സ് കേട്ടതിൻ്റെ ഒരു അരിശത്തില അച്ഛൻ. ഒരാഴ്ച കഴിയട്ടെ, ഒക്കെ തണുത്തോളും. അങ്ങനെ എല്ലാവർക്കും തണുക്കാൻ വേണ്ടിയിട്ട് ഈ 6 മാസം കൗൺസിലിംഗ് പീരീഡ് എന്നൊക്കെ കോടതി പറയുന്നത്. അത് വേവ് ഓഫ് ചെയ്യണമെങ്കിലും മഞ്ജലി ന്യൂ അത് വേവ് ഓഫ് ചെയ്യണമെങ്കിലും നിങ്ങൾ തമ്മിലൊരു ധാരണ ഇരിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. വർഷം അല്ല, കൗൺസിലിംഗ് നമ്മൾ രണ്ടുപേരും ആരും ബുദ്ധിമുട്ടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്നാത്തുള്ളി നിനക്ക് അന്ന് രാവിലെ തന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? നായിൻ്റെ മോനെ അവിടെ ഇട്ട് പൂട്ടിയേനെ. 2 ദിവസമല്ല ഞാൻ ഫോൺ ചെയ്ത് തുടങ്ങാന്ന് കേട്ട്. ഫോൺ എടുത്തോ? നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഫോൺ കൊടുക്കൂല. നടന്നതിൻ്റെ ഷോക്ക് ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അഞ്ജലി. ഈ കാര്യം നീ എനിക്ക് വിട്ടേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഗ്രൂപ്പിൽ നിന്ന് പോകേണ്ടത് നീയല്ല, അവനാണ്. അവൻ പുറത്ത് പോയിരിക്കും, ഞാൻ ഉറപ്പ് വരുന്നു. പിന്നെ പ്ലീസ് വേണ്ട, അതൊന്നും വേണ്ട. എനിക്കിത് വേറെ ആരോടും പറയണ്ട. ഇതൊക്കെ വേറൊരാളുടെ മുന്നിൽ വിസ്തരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. നീ ഒന്നും പറയണ്ട ആരോടും, ഞാൻ പറഞ്ഞോളാം. പിന്നെ നാളെ തൊട്ട് വരണോ വേണ്ടയോന്നും മതൻ പറഞ്ഞോളൂ. തുണിയെല്ലാം മുകളിലത്തെ കട്ടിൽ കിടക്കാണേ. ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ഒന്ന് മടക്കി വെച്ചേക്കണേ. മേഡം, മേഡത്തിൻ്റെ ഹസ്ബൻഡ് നാടകക്കാരനല്ലേ? സൺഫോട്ടം കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടിട്ടുണ്ട്. നാടകക്കാരനൊന്നും അല്ല, പിന്നെ ഹോബിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഹിന്ദുപത്രം കേട്ടിട്ടുണ്ടോ? 5-6 കൊല്ലം വരെ അതിന്റെ എഡിറ്റർ ആയിരുന്നു. മേഡം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല. ഇനി പോയി പറ നിങ്ങളുടെ ക്യാൻറ്റീനില് മാഡത്തിന്റെ ഹസ്ബൻഡ് നാടകക്കാരനാന്ന്. ഇത് കഴിഞ്ഞില്ലേ? മദൻ ചേട്ടൻ ഉണ്ടുണ്ട്. ദേവി മണിയടിച്ചോണ്ടിരിക്കുക. ശരി, മഞ്ചാരൊന്നും പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ ഒരു ഷോക്കിലിങ്ങനെ. എടാ, എനിക്കിത് ഗ്രൂപ്പിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ എന്നോട് നേരിട്ട് വന്നൊന്നും പറയാതെ എന്നോട് പറഞ്ഞു ഞാൻ എങ്ങനെ പറയാം? അവൾ ലീഗൽ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു കണക്കിന് സംസാരിച്ച് അവളെ തണുപ്പിച്ച് വെച്ചേക്കാണ്. സ്റ്റാർ ഫ്രൂട്ട് അല്ലേ ഇത്? അതെ.
അല്ല മഞ്ചേന്റെ താരെ വിളിക്കുന്നത്? ഞാൻ മോളെ ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ വിളിക്കുന്നതല്ല കേട്ടോ. ഞാൻ വിനയ് ഇവിടെ ഉണ്ടേ. അവൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ നാളെ തന്നെ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കാം, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. അല്ല വിനയ് എന്നോട് പറഞ്ഞൊക്കെ സംഭവിച്ചാണല്ലോ അല്ലേ? അത് മതി മോളെ, അത് മതി. പക്ഷെ ചേട്ടൻ്റെ കേസിൽ നമ്മൾ MRI കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബൾജിങ് കൂടിയതായിട്ട് കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ റിസ്ക് എലമെൻറ്റ്. ഇതിപ്പോൾ എൻ്റെ തലയിൽ വരാനുള്ള തമാശ എന്താ ഡോക്ടർ? അതിനിപ്പോൾ ഇന്ന കാരണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഹൈപ്പർ ടെൻഷൻ ആവാം, പിന്നെ സ്മോക്കിംഗ് ഉണ്ടായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോക്കിംഗ് ഒരു കാരണമാവാം, ഹെറിഡിറ്ററി ആവാം, ഇനി അതുമല്ലെങ്കിൽ ചെറിയ സ്ട്രെസ് പോലും ഇതിന് കാരണമായിട്ട് പറയാം. എനിക്ക് പറഞ്ഞ പ്രാരാബ്ദം. ഇതിനിപ്പോൾ നമുക്കങ്ങനെ ഞായറാഴ്ച ഒന്നും ഇല്ല മഞ്ചേട്ടാ. ശരിയെന്നാ ഞാനേ സാറിനോട് ചോദിച്ചിട്ട് വിളിക്കാം കേട്ടോ. ശരി എന്നാ ശരി. എൻ്റെ പൊന്നാതിരെ ആ തലോചിച്ച ആ സീറ്റിൽ ചാറില്ലേ, ഉള്ള എണ്ണ എല്ലാ ഇതിലാവും. പിന്നെ സാററിഞ്ഞാൽ അറിയാലോ, ഉള്ള പണി പോയി കിട്ടും. ആരായിരുന്നു ഫോണില്? എന്തോ പന്തികേടുണ്ടല്ലോ. എന്ത് ഫാസ്റ്റിംഗ്? ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പഞ്ചസാര തുടരുത്. 1 മാസം കൊണ്ട് വെണ്ണയ്ക്ക് ഒരുങ്ങി നീ ഇസ്തിരിട്ട പോലെ ഇരിക്കും. ശരി. ആ നാളെ ഷോപ്പിൽ വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് വന്നോളാം. സന്തോഷം ഞാൻ വിളിച്ചോളാം. ആ വരാം, ഒരു 11:30 കഴിയുമ്പോൾ വന്നേക്കാം. ഓക്കെ. അല്ല നമ്മളിത് ഗ്രൂപ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരു തിരിച്ചു പോക്കില്ല. അവനിത് ഫൈറ്റ് ചെയ്യും, അത് ഉറപ്പാ. അഞ്ജലി ബാക്കൗട്ട് ചെയ്യില്ലല്ലോ അല്ലേ? എന്ത് വർത്താനാണ് മഞ്ചേട്ടെ പറയുന്നത്? ഫേസ്ബുക്കിൽ ഇടാനും പോലീസ് സ്റ്റേഷനിൽ പോകാൻ നിന്ന പെങ്കൊച്ചാണ്. അവൾ എന്തിനു ബാക്കൗട്ട് ചെയ്യണം? ഇല്ലടാ, എൻ്റെ ഒരു ആങ്സൈറ്റി കൊണ്ടേ തോന്നിയതാ. ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. നമ്മളവിടെ ചെന്ന കാര്യങ്ങൾ എന്നാന്നൊക്കെ അറിഞ്ഞിട്ടേ എല്ലാവരും ഷെയർ ഇടുന്നുണ്ടെങ്കിൽ മാത്രം പോയി മേടിക്കാൻ പോയാൽ മതി. കുപ്പിയൊന്നും മേടിക്കണ്ടാന്നേ. അതെന്നാ കുപ്പിയൊന്നും മേടിക്കണ്ടാന്ന് മതന്റെ കൂട്ടുകാരാണുള്ളത്. മതൻ ആ ഇരിക്കും. ശരി ചേട്ടാ, വാ ഇരിക്കും. എല്ലാവരും എത്തിയോ? മാക്സിമം ശ്രമിച്ചോ. എടാ ജോളി, ആ പ്രശാന്തനൊന്നും വിളിക്കണ്ട, ഞാനെത്തി. ആ പാലത്തിലൂടെ കൂട്ടുകത്തെ ബ്ലോക്ക്. കൂടെ ഇരുന്നടാ, അവൻ്റെ തിരുമൂല ഞാൻ കാണണ്ടേ. ഷീറ്റിൽ തേങ്ങ വീണു. അല്ല മാഞ്ചേട്ടൻ എല്ലാരും വിളിച്ച് വരുത്തിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, എല്ലാരും സസ്പെൻസ് അടിച്ചിരിക്കാണ്. പറ. ഓക്കെ, എല്ലാവരും വന്നോ? ഞാൻ എല്ലാവരോടും ഹരി ഒരു ഫിലിമിൻ്റെ ഷൂട്ടിലാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തില്ല എന്നാണല്ലോ പറഞ്ഞത്. വാസ്തവത്തിൽ ഹരിയാണ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ വിഷയം എന്നുള്ളതുകൊണ്ട് അവനെ വിളിച്ചില്ല. അതാണ് സച്ചിയുടെ കാര്യം. പറ. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അല്ല മാഞ്ചേട്ട മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ വല്ല തെരുവിളിയോ ബഹളോ അങ്ങനെ എന്തെങ്കിലും ആണോ? എൻ്റെ പിന്നെ അതൊക്കെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യില്ലേ. ഇതൊന്നുമല്ല. ഇത് അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ നാറി അവളെ കയറി അങ്ങ് പിടിച്ചു. ബെസ്റ്റ്, നമ്മുടെ ഗ്രൂപ്പിൽ ശരിക്കും ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പോഴാണ് തെളിഞ്ഞത്. ഈ ഹരിയുടെ പേര് പറഞ്ഞ് തുടങ്ങിയപ്പോഴേ എന്തോ പൊല്ലാപ്പ. അല്ല മഞ്ചേട്ടാ, ഇത് എപ്പോൾ സംഭവിച്ചത്? അന്ന് രാത്രി തന്നെയാണോ? സുധീര, ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഫോൺ ചെയ്തിട്ട് ആ കൊച്ചെടുക്കണില്ല. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാടാ? മഞ്ജി അവള് കൃത്യമായിട്ടാണ് മഞ്ജി അവള് കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞത് അവൾ ഉറങ്ങി ഒരു 2:30-3 മണിയായി കാണും. ജനലിൻ്റെ അടുത്തുള്ള സോഫയിലാണ് അവൾ കിടന്നത്. അപ്പോൾ ഇവൻ അതുവഴി പോയതാണോ ഇനി അതിനായിട്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ചെല്ലുകൂടി കേട്ട് ഉറക്കത്തിലാണ്, നേരിട്ടല്ല. അവൾ ഉറങ്ങിക്കിടക്കണായിരുന്നു. അപ്പോൾ ആളെ കണ്ടില്ല. അവൻ ഓടിപ്പോന്ന് അവൾ വ്യക്തമായിട്ട് കണ്ടതല്ലേ. അല്ല ഈ ജനലിൽ കൂടി കയറ്റെന്ന് പറയുമ്പോഴേ അപ്പോൾ ജനല് തുറന്നിടക്കായിരുന്നു. എന്റെ ചേട്ടാ, ജല തുറന്നു കിടക്കായിരുന്നു, അത് കുത്തി പൊളിച്ചാന്നൊക്കെ ചോദിക്കാൻ പുള്ളി വല്ല പോലീസുകാരനാണ്? ചോദ്യം കേട്ടത് പറഞ്ഞതാണ്. അവൻ ഇത് ചെയ്യുന്നുള്ള കാര്യത്തില് ചാൻസ് മേടിച്ചാന്ന് പറഞ്ഞ കുറെ നാളെ ഞാൻ അവന്റെ വണ്ടി ഓടിച്ചാണല്ലോ. ഫുൾ ടൈം കൊണ്ട് പറയാനൊക്കെ നേരമുള്ളൂ, അറിയോ? നമ്മളങ്ങനെ വായി തോന്നണ പോലെ കാര്യമുണ്ടോ? എന്തിനൊരു ചരിത്രം പറഞ്ഞു അതിന്റെ ഇനി എങ്ങനെയാണ് നമ്മൾ അവിടെ മുഖത്ത് നോക്കാം? ചർച്ച ചെയ്യണ്ടേ? ചർച്ചയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എടാ സന്തോഷേ, ഈ കൂട്ടത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ എന്നെ വിളിച്ച് വിശേഷം തീർക്കുന്ന ഒരേ ഒരാളാ പെങ്കൊച്ച. ഞാനിതിൽ ഇച്ചിരി വികാരം കൊള്ളും. ചേട്ടാ, അടിക്കാനാണെങ്കിൽ നമുക്ക് അടിക്കാന്നേ. പക്ഷെ നമ്മൾ ഇവിടെ ഒരുമിച്ച് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. അത്രേ ഞാൻ പറഞ്ഞു. സന്തോഷം, ഒറ്റ കാര്യം ഞാൻ പറയാം. എടാ, നമ്മൾ ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ അവനത് ചെയ്തത്. എടാ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല വിനയ്, ഒരാൾ ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല. മതി സച്ചിൻ, അഞ്ജലിയുടെ കാര്യമാകുമ്പോ അത് തന്നെ ധാരാളം. നമ്മുടെ മുമ്പിലുള്ള വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. അവളിത് എന്നോട് പറയുമ്പോൾ ഒരുപാട് വല്ലാത്തൊരു ഷോക്കാണ്. നമ്മളതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സംസാരിക്കും. കള്ള് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലുള്ള വൃത്തിയുടെ പുറത്തു വന്നതാണ് സത്യം. അതെ,
അതാണ് കള്ളിപ്പോ നമ്മളെല്ലാരും കുടിച്ചല്ലേ ഏട്ടാ. അത് നിങ്ങൾ കള്ളു കുടിക്കില്ല, ഞാൻ കള്ളു കുടിക്കില്ല, ജോളി കള്ളു കുടിച്ചോ? ജോളി നിർത്തിയല്ലോ. ആ ഓക്കെ, അപ്പൊ നമ്മൾ 3 പേരും കള്ളു കുടിച്ചു. ഒരു സൗണ്ട് ഇല്ല അവർ കേട്ടു. അതുകൊണ്ട് ഒന്നുമില്ല, അവിടെ കുടിച്ചവരെ കണക്കെടുത്തോണ്ട് പറഞ്ഞു. അന്ന് അവളും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവളും കഴിച്ചായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് എത്രയോ തവണ കൂടിയിരിക്കുന്നു, അന്നൊന്നും ഇങ്ങനെ ഉണ്ടായില്ലല്ലോ. നമ്മൾ ആരെങ്കിലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? പെരുമാറുന്ന പോട്ടെ, ആരെങ്കിലും അവളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ കള്ളല്ല പ്രശ്നം അവനാണ്. അല്ല മഞ്ജി, ഇത് അവൾ നിങ്ങളോട് നേരിട്ട് പറഞ്ഞാണ്? നേരിട്ട് പറഞ്ഞതാടാ. എന്ന്? ഇന്നലെ എന്നാ പുള്ളി എത്ര തവണ പറഞ്ഞു സജൻ? എനിക്കിതിലാകെയുള്ള ഒരു സംശയമല്ല, ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിന്റെ നെഞ്ചത്ത് കയറി പിടിച്ച വിഷയമാണ്, അല്ലാണ്ട് അവളുടെ പേഴ്സിന് 500 രൂപ പോയ കേസല്ല. രാവിലെ വിളിച്ച് നിന്നോട് വളർത്താൻ ആ ഉളച്ചാരെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ആ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവരോട് പറയടാ. അതെ, ഇപ്പൊ തുടക്കം മുതൽ റോങ് അടിക്കുകയാണ്. എന്നാ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഈ സംഭവം എങ്ങാനും പുറത്തറിഞ്ഞ പിന്നെ നമ്മളെല്ലാവരും കുഴ ചൂടി കിടന്നു വെച്ചാൽ മതി. ഇവർ രണ്ടുപേരും, ഈ അഞ്ജലി ഹരി, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാന്നേ. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ച് എത്രയും വേഗം സംഗതി കോംപ്രമൈസ് ചെയ്യണം. ഇതാണ് എൻ്റെ തീരുമാനം, അഭിപ്രായമല്ല. പറഞ്ഞിട്ടെങ്കിൽ പോവില്ലേ സുധീര, ഇരിക്കേ. ഞാൻ എവിടേക്കും പോകണമെന്നില്ല. ഇപ്പോൾ ഒന്ന് വലിച്ചാൽ ഞാൻ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ അയച്ചേട്ടൻ പറഞ്ഞ പോലെ അവനെ തല്ലണം ചോട്ടണമെന്നൊക്കെ എനിക്ക് കൂടി തോന്നും. ശരി, പെട്ടെന്ന് വലിച്ചിട്ട് വാ. ആ പ്രശാന്തനോട് ഇങ്ങോട്ട് വരാൻ പറയണേ. അതിനാ സുധീർ പറഞ്ഞു ശരി, അവനെ ഇനി ഈ ഗ്രൂപ്പിൽ വെച്ചോണ്ടിരിക്കരുത്. സുധീറിന്റെ നടപ്പ് ഭാവം കൊണ്ട് നമ്മളെ ഞാൻ കാണിക്കും. ഈ സംഭവം പുറത്തു പോകരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതെങ്ങാൻ പുറത്തിറങ്ങിയാലല്ല, അതോടെ ഗ്രൂപ്പ് തീർന്നു വിചാരിച്ചാൽ മതി. എല്ലാവരുടെയും കൂടിയാ. ஏன்னா அவர் மேலே என் டவுட் ஆகுதுன்னா, அவர் ஒய்ஃப் கிட்ட சொன்னார் அந்த பொண்ணு ட்ரெஸ் எல்லாம் ஒழுங்காக போட சொல்லு அப்படின்னு. കാര്യം ശരി, സുധീരേട്ടൻ നമ്മുടെ ചങ്ങാതി തന്നെ. ഇതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും തുറന്ന് സംസാരിക്കുക, അവരവരുടെ ശരികൾ പറയുക. മഞ്ജു, ഒരു ചർച്ച എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ചില പ്രശാന്തിന് എന്താ പറ്റി? അല്ലെങ്കിൽ ഒരു കാര്യത്തിന് 100 അഭിപ്രായങ്ങളാണല്ലോ. അവിടെ എന്താ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടല്ലോ? അതാ സിജിനും വിനയും തമ്മിലൊന്ന് പുറത്താണ്. സിജിന് നാക്ക് പ്രശ്നമാണല്ലോ. ഞാൻ അഞ്ജലിനെ ഒന്ന് വിളിച്ചാലോന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ വിളിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, നമ്മുടെ ഹരി എന്നെ എനിക്ക് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, ആരെങ്കിലും കാറ്ററിംഗാരെ പരിചയം ചോദിച്ചാൽ വിളിച്ചത്. അവൻ വളരെ സാധാരണയായിട്ട് സംസാരിച്ച് ഈ ചട്ടത്തരം കാണിച്ചാൽ യാതൊരു ഊതിലുണ്ടായിരുന്നില്ല. നമ്മളന്ന് സായിപ്പിന്റെ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ, അന്ന് പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇടയ്ക്കുണ്ടായി കൊടുക്കുക, എന്ത് ചെലവരെന്നൊക്കെ പുള്ളി ചോദിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണമായിട്ട് പുള്ളി സംസാരിച്ചേട്ടാ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു, ഇത്രയൊക്കെ വൃത്തിയായിട്ട് കാണിച്ചു കൊടുത്തനി ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ? എന്തായി പറയണത്? എനിക്കൊരു സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടാ സനോഷേ, അതാടാ അഭിനയം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ? അതായത് അവൻ അറിയണം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കേറ്ററിംഗ് കിടക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. എടാ അവൻ ആളൊരു പൊളവനാണ്. ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പൊ എത്ര ഏട്ടാ? 2 ഏട്ടാ? 2.5 വർഷം കൊണ്ട് നായ വേഷം അടിച്ച് മാറ്റിയിട്ടേ ചില്ലറ കാര്യമാണ്. ஸ்டார்டிங்கில் அந்த ப்ளூடூத் டிவைஸ் கனெக்ட் அந்த ரூமில் இருக்கும்போது ஒருத்தர் சின்ன இருப்பார். ஆமாம், அவர் தான் வந்து பார்த்துருக்குதான்னு நினைக்கிறேன். யார் பார்த்துன்னு இருந்தான்னு தெரியலையாண்ணா. திரும்பி உட்காந்துருந்தாங்க. നാളെ തന്നെ ഒന്ന് നോക്കണേ. ഇവിടെ കറണ്ട് പോക്ക് സ്ഥിരം, മറക്കരുത്. ശരി, പണിയാൻ വന്നിട്ടോ? ആള് വരേണ്ടി വരും. മഞ്ചേട്ട കാര്യങ്ങളെ കുറിച്ച് കടുപ്പിക്കേണ്ടി വരും കേട്ടോ. പലരും പല വഴിക്കാണ്. കോംപ്രമൈസൊക്കെ ഡയലോഗ് കിട്ടില്ല. നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനല്ലേ പറ്റൂ, അവർക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ പറ്റുമോ? അവർ പറയട്ടെന്നേ. പിന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന എൻ്റെ ഇടയിൽ കയറി നീ എന്തിനാ അഭിനയിച്ച്? അഭിനയിച്ചോ? ആരഭിനയിച്ചു? മോശമായിട്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബഹളമാണോ ഈ അഭിനയം? വലിയ കാര്യം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫീല് കൊടുക്കണം. സമ്മതിച്ചു, പക്ഷെ ഒരുപാടാവണ്ട. ചേട്ടാ സാധനം കിട്ടിയേട്ടാ. ഈ സംഭവം അങ്ങനെ പുറത്തിറങ്ങിയ പിന്നെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു കാലത്തും പറയാൻ പോകണല്ലോ. അല്ലെങ്കിൽ തന്നെ നാടകത്തിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു പട്ടിക്കുറക്കനും വരണില്ല കേട്ടോ. അവളിത് പുറത്ത് പറയില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നീ ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഇതതുപോലെയാണ്. എന്താ സംഭവം? അതൊരു പഴയ കഥയാണ്. ഈ അയച്ചേട്ടൻ സെൽവഞ്ചനൊക്കെ അറിയാം. ആ പഴയ കല്യാണക്കാരില്ലേട്ടാ, സുധീറിനെ അറിയില്ല. ആരെങ്കിലും പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ തന്നെ പറയാം. ഒരു 4 വർഷം മുമ്പാണ് ഈ അഞ്ജലിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ആലോചന എനിക്ക് വന്നു. ഞാൻ പോയി കണ്ട് 2 കൂട്ടർക്ക് ഇഷ്ടമായി, ഏതാണ്ട് ഉറപ്പിച്ച്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വേണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അവൾ മുടക്കി. ഓട്ടെ, ഞാനും വേണ്ടെന്ന് വെച്ചു. കണ്ട, ഇതാണ് ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞല്ലോ, ഓരോ സമയത്ത് ഓരോ മൂടായിരിക്കും. വായി തോന്നുന്നത് വിളിച്ചു പറയുള്ളൂ. നമ്പ്യാവും മുമ്പേന്ന് വിചാരിച്ചാൽ മതി.
സനോഷേ അത്തരം സംസാരം നമ്മളിവിടെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ഞാൻ എൻ്റെ അനുഭവം കേട്ടാ പറഞ്ഞ രക്തസാക്ഷിയാണ്. ആയിരിക്കാം, പക്ഷെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ജനറലൈസ്. നീ ഇപ്പം ഇവിടെ പറഞ്ഞ് വർത്തമാനമുണ്ടല്ലോ, അതൊരു ഓഫീസിലോ സ്കൂളിലാണ് പറയുന്നതെങ്കിൽ അത് മതി നിന്റെ ജോലി പോകാൻ. ഇവിടെ പറയാലോ, ഇവിടെ ജോലിയൊന്നും പോകില്ലല്ലോ. എടാ ഇവിടെയും പറയാതെ ശീലിക്കുന്ന സനോഷം നല്ലത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം പോലെ. സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാ, പക്ഷെ അതിൻ്റെ ഒപ്പം വരുന്നതാണ് ഉത്തരവാദിത്തം. ചേട്ടനാ ചേട്ടൻ സ്കൂളിൽ മറ്റേ കൊച്ചു കുട്ടിയോട് പറഞ്ഞാൽ മതി, എന്നോട് പറയാൻ നിൽക്കണ്ട. ഇൻവെർട്ടർ രക്ഷയില്ല കേട്ടോ, ബാറ്ററി പോയതൊന്നുമില്ല. ആ കേസിലോട്ട് വിളിച്ചു വെച്ചേ. വിളിക്കടാ, വിളിച്ചിട്ട് പക്ഷെ കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്കൊന്ന് പുറത്തോട്ടിരിക്കാം, ഭയങ്കര ചൂടതിനകത്ത്. அந்த ஒரு ஸ்டார்டிங்கில் அந்த ரூமில் மேக்கப் பண்ணுற ரூமில் ப்ளூடூத் டிவைஸ் கனெக்டட்னு அப்படின்னு இருந்துச்சு. இது ஹெட்ஃபோன்ஸ் கனெக்ட் ஆனால் சவுண்டு வரும் தெரியுமா? அந்த லேடி இருந்துச்சு, அந்த இன்னொரு லேடி, ஒரு சின்ன பொண்ணு லேடி இருந்துச்சுல, அது பக்கத்தில் உட்காந்துருந்தான். அவனோட ப்ளூடூத் தான் இங்கே ஸ்விம்மிங் பூலில் வந்து ப்ளூடூத் டிவைஸ் கனெக்ட்னு வந்துச்சு. ஸோ ஆல்ரெடி பேரான் தானே ஆகும். இதுதான்டா அப்போ ட்ரெஸ்ஸுமா ஒழுங்காக போட சொல்ல, அவர் தானே லேடி. அதான் அது யாருன்னு தான் டவுட்டாக இருக்குது. அவர் தான் ചെക്ക് ഷർട്ട്. അതെ, ഈ സംഭവം ഒന്നും ഷാജിദ് അറിഞ്ഞില്ല, വല്ലതും പറഞ്ഞാൽ. ഞാനതാ ആലോചിച്ചു. ചെക്ക് ഷർട്ട് സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മുറിയിലുള്ളവരും കൂടി ബ്ലൂ കളർ. സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ ആരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോ? എന്നെ എന്തിനു കയറി പിടിക്കുന്നത്? ഞാൻ ഒരാണല്ലേ. ആണല്ലേ? ഓ, പിന്നെ സാധാരണ എന്ത് പറയുന്നു കൊടുക്കണം. ഞാൻ ഷാജിയെ വിളിച്ചായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ വർക്ക് സൈറ്റിൽ എന്തോ ടെൻഷനായിട്ട് അഞ്ജലി അതിരാവിലെ തന്നെ ഊബർ എടുത്ത് പോയി എന്നാണ് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വിഷയം എത്രയും പെട്ടെന്ന് സാറിനെ അറിയിക്കാന്നുള്ളതാണ്. നമ്മളറിയാം. കാര്യം എന്തായാലും അത് ഇന്ന് വൈകിട്ട് സാറിനെ അറിയിക്കണം. കാരണം നാളെ ഉച്ചയ്ക്ക് സാറിന്റെ ഫ്ലൈറ്റാ. നാളെയാണോ സാറിന്റെ ഫ്ലൈറ്റ്? ആ, നേപ്പാൾ. അപ്പൊ ചർച്ച വലിച്ചു നീട്ടിക്കൊണ്ട് പോകണ്ട. ഹരിയുടെ കാര്യത്തിൽ എന്താ തീരുമാനിക്കണമെന്ന് ഓരോരുത്തരായിട്ട് അഭിപ്രായം പറ. ചേട്ടാ ജസ്റ്റ് കാര്യം. എടാ നീ അഞ്ചിൽ നല്ല ക്ലോസ് അല്ലേ? ഈ ഒരു സംഭവം നടന്നിട്ട് അവൾ എന്തുകൊണ്ട് നിന്നെ വിളിക്കാൻ? ഇത് ഞാനും ചോദിക്കണമെന്ന് വെച്ചാ, ഞാൻ ചോദിച്ച പിന്നെ അറിയാമല്ലോ. നമ്മളിത് അറിഞ്ഞപ്പോൾ തന്നെ അവനെ പുറത്താക്കിയെന്ന് വേണം പിന്നീട് ആരന്വേഷിച്ചാലും അറിയാൻ. ചേട്ടാ ഒരു പെണ്ണൊന്നൊരു കാര്യം പറഞ്ഞ് അവനെ അപ്പത്തന്നെ പിടിച്ച് പുറത്താക്കി. നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്ത് വർത്താനോടെ പറയുന്നു? ഒരു പെണ്ണെന്നാ? സനോഷേ, ഏതൊരു പെണ്ണാണ് അഞ്ജലി? അഞ്ജലി നമ്മുടെ കൂടെ ഉള്ളതല്ലേ? ചേട്ടാ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത്. നമ്മൾ അവന് പറയണത് കേൾക്കണ്ടേ, എന്നിട്ടുണ്ട് ഒരു തീരുമാനം എടുക്കാൻ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഈ പുറത്താക്കുക എന്ന് പറയുമ്പോഴേ സ്ഥിരമായിട്ടാണോ അതോ കുറച്ച് നാളത്തേക്കാണോ? എന്താ സുധീറിന്റെ മനസ്സിൽ? എന്നേക്കായിട്ട് മാറ്റി നിർത്തണം. അങ്ങനെ പുറത്താക്കണതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാര്യം അവൻ ചെറ്റത്തരത്തിന്റെ അങ്ങേയറ്റാ ചെയ്ത്, ഒരു ശിക്ഷ അറിയിക്കണമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പോര്, നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണം. നീ ചുമ്മാ കിടന്ന് കുണയ്ക്കാതെ എന്നോട് മറുപടി ചോദിച്ചാലേ മറുപടി പറഞ്ഞാലേ. ചേട്ടാ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. അവൻ ചെയ്ത് തെറ്റ് മാപ്പർഹിക്കുന്നില്ല, അവനെ പുറത്താക്കണം. എന്റെ അഭിപ്രായം നീ അത് പറയും, അതിന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. സന്തോഷം, മതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. എന്തിനാടാ ഞാൻ പറയണത്? എല്ലാവർക്കും കൂടെ അറിയാവുന്ന കാര്യം. ഓ, ഇത്ര നേരം ഇവിടെ ആരും ഇത് പൊക്കിക്കൊണ്ടുവരാത്തതാണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതായത് നായക വേഷം കട്ടെടുത്ത് അവനോടുള്ള എന്റെ പക, അതല്ലേ പറയുന്നത്? ചേട്ടാ ഈ ചെയ്ത ചെറ്റത്തറ എന്റെ സ്വന്തം തന്ത ചെയ്തു കഴിഞ്ഞാലും എന്റെ നിലപാട് ഇത് തന്നെ ആയിരിക്കും, പുറത്താക്കണം. ഈ 2.5 വർഷക്കാലം ഒരു നാടക സംഘത്തിൽ പ്രവർത്തിച്ചിട്ടേ കൂടെ അഭിനയിക്കണ പെങ്കൊച്ചിനെ കയറി പിടിക്കാനാണെങ്കിലുണ്ടല്ല, നമ്മളിത് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല പാടത്ത് കിളക്കാൻ പോയാൽ നല്ലത്. അതിനൊരു അന്തസ്സുണ്ട്. പറയട്ടെ, ഇട കയറല്ലേ? അവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതിന്റെയും കൂടി വരവാണ് ഇപ്പൊ ഈ സംഭവിച്ചേക്കണത്. അവൻ ആരും ആയിക്കൊള്ളട്ടെ, എങ്ങനത്തെ ആളും ആയിക്കൊള്ളട്ടെ, ഇത്രയും വലിയ നാടക പ്രവർത്തനമൊക്കെ നടത്തിയിട്ട് അവന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ലല്ല. അവനെ പുറത്താക്കണോ വേണ്ടയോ? പുറത്താക്കുക, പുറത്താക്കാതിരിക്കുക, അതല്ലാതെ നമ്മൾ കലാകാരന്മാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ? സലോൻ ചേട്ടാ, ഈ കല കൊലാന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ സംഭവിച്ചേക്കണത്. ഇതിപ്പോ ഒരു ഫ്ലാറ്റിലാ, ഓഫീസിലാ, ക്ലബിലൊക്കെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ സാധാരണ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കണത്? അതുപോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മതിയാന്നാ ഞാൻ ചോദിക്കണത്. നിങ്ങൾ ഈ പറയുന്ന തത്വം ഉണ്ടല്ലോ, അത് പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നേട്ടാ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ന് നമുക്ക് കയറി പിടിച്ച് നാളെ അതിന്റെ അപ്പുറം ചെയ്യും. അതാ ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ അവള് പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്താ വേണ്ടത്? തെളിയിക്കണമെന്നേ. അവിടെ കാര്യങ്ങൾ തെളിയട്ടെ. നിങ്ങൾ ധൃതി പിടിച്ച് തീരുമാനം എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തെളിയട്ടെ എന്ന് പറഞ്ഞില്ലേ? ആരോട് തെളി? എടാ, അവൻ അങ്ങനെ ചെയ്യുന്ന അവൾ നമ്മളോട് തെളിയിക്കണം. അത് തെളിവൊന്നും വേണമെന്നാണ് നിങ്ങൾക്ക്? നല്ല ഗംഭീര ഐഡിയ. അതായത് അവൾ അനുഭവിച്ചേ പോരാ, നിന്റെയൊക്കെ പുറകെ നടന്നു നിന്ന് തെളിയിക്കണമെന്നാണ് പറയുന്നത്. എടാ, പാതിരാത്രി ഒരു പെൺകൊച്ചിനെ ഒരുത്തൻ കയറി പിടിച്ചിട്ട് എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത്? എടാ, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ സുധീറിന്റെ ഭാര്യ അവളുടെ റൂമിലായിരുന്നു അന്ന്. പുള്ളിക്കാരി കണ്ടിട്ട് നിങ്ങളൊരു തെളിവല്ലേ? അല്ലെന്ന് അവിടെ കോട്ടയിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. കൊലക്കട മൂട്. CCTV ഉണ്ടെങ്കിൽ ആരന്വേഷിക്കണം? പോലീസ് അന്വേഷിക്കണം. നമ്മൾ ചോദിച്ചാൽ ഫുട്ടേജ് തരുമൊന്നുമില്ല. പിന്നെ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് പോകാതിരിക്കുന്നതാണ് ഗ്രൂപ്പിന് നല്ലത്. എന്താ സുധീര? തീർച്ചയായിട്ടും. പ്രാക്ടിക്കലായിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ പറയാം. അവളിത് കേസാക്കിയ സംഗതി സെക്ഷൻ 354 ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, അറസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് അവളെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട നിങ്ങളോട് ഒന്ന് കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, മാക്സിമം 20 minutes. അതുവരെ നിങ്ങളൊന്ന് ആലോചിക്കും. അല്ലാണ്ട് ജോലി ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്റെ അഭിപ്രായം വേണം.
അല്ല ഞാനിതിപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ നിനക്ക് പറയാനൊന്നുമില്ല. അല്ല സന്തോഷം ചേട്ടാ, മുമ്പ് ഹൈദരാബാദ് വെച്ച് ഇതുപോലൊരു മീറ്റിംഗ് കൂടിയായിരുന്നു എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, എന്നൊരു സീൻ ഉണ്ടായിട്ട്. അപ്പോൾ അതിനകത്ത് ഹരിയേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ല, പകരം ഒരു ചാൻസ് കൂടി തന്ന്. അപ്പോൾ അങ്ങനെ എന്നോട് ക്ഷമിച്ച് ആ ഗ്രൂപ്പിലുള്ള ഒരാളെ പുറത്താക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും? ജോളി, അത് വെറും അടിപിടി കേസ്, സെക്ഷൽ ഹറാസ്മെന്റ് രണ്ടാണ്. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? അതിൻ്റെ കൂടെ ഞാനുണ്ടാവും. അപ്പോൾ ഹരിയെ പുറത്താക്കണം എന്ന അഭിപ്രായമുള്ള ആരൊക്കെയാ? വിനയ്, നന്ദൻ, അയച്ചേട്ടൻ, സുധീർ, 4, ഞാനൊന്ന്, 5. ആറാക്കിക്കോ. പോലീസും വെക്കാനൊന്നും നമുക്ക് ശരിയാവും. 5 1 6 പേര്, അല്ല, ബാക്കി 5. പ്രശാന്തൻ ജോളിയും പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് എന്ത് തീരുമാനിക്കുന്നു അതിന്റെ പോണെന്നുള്ളതാണ്. അതൊക്കെ ഒരു അഴകുഴമ്പന അവസ്ഥയിൽ സ്വന്തമായിട്ടൊരു തീരുമാനം പറയട്ടെ, അല്ലാണ്ട് പിന്നെ. അപ്പോൾ ഭക്ഷണം എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ, സ്വിഗ്ഗിയൊക്കെ ഇവിടെ വരും. ശരി, അവിടെ വെച്ചാൽ അടിക്കാം. എന്നെ കൂടിയിടാം, സുഖത്തിന്റെ കാര്യത്തിന് ഒറ്റ കേട്ടല്ലേ. இதுதான் அது எப்படி பாரு இந்த பெஸ்ட் ஸ்கிரீன் பிளேக்குலாம் இல்ல. ஆக்சுவலி இன்னொன்னு பார்த்தனா அந்த பொண்ணு வந்து எதுவுமே சொல்லல, சரியா? இவனுங்களா ஒரு இதை வந்து பண்ணிட்டாங்கன்ற வரைக்கும் எடுத்துட்டு போயிட்டானுங்க. இவன் கிட்ட சொல்லிருக்கோம், அதான் வந்து இந்த மாதிரி ஆயிடுச்சு அந்த மாதிரி ஆயிடுச்சுன்னு சொல்லியிருக்கு போல. இவனுங்களாம் எடுத்து அவ்வளவு தூரம் எடுத்துட்டு போய் இல்ல இது வந்து கொஞ்சம் இது பண்ற மாதிரி ப்ரூஃப் வேணும். എങ്ങടാ പ്രൂഫ് പോകാൻ? നീ മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. ഞാൻ പെട്ടെന്ന് ആ കാര്യം കേട്ട് എൻ്റെ ഷോക്കിൽ പറഞ്ഞു പോയതാ. സോറി. ഞാനിങ്ങനെ നീ എന്തെങ്കിലും ചൂടാവണേന്ന്. അപ്പം ഞാനും സോറി, ഞാൻ തന്നെ ചൊറിഞ്ഞായിരുന്നു. നിങ്ങൾ നേരത്തെ കല്യാണക്കാര്യം പറഞ്ഞാൽ കേട്ടായിരുന്നു. പക്ഷേ എൻ്റെ സത്യാവസ്ഥ അതല്ല. അഞ്ജലി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് നിന്നോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല. നീ കെട്ടാൻ പോയ പെൺകുച്ചല്ലേ, അവൾക്ക് ഏതോ മുസ്ലിം പയ്യനായിട്ട് എന്തോ അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിക്ക് നിന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരായിട്ട് തന്നെ മുടക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ പെൺകുച്ച് കരഞ്ഞ് കാല് പിടിച്ച് ഒരു ഗതികേടില്ലാണ്ട് ചെയ്താണ് അവൾ. ഉള്ളതാണ് ഈ പറഞ്ഞത്. ഞാൻ നോണ പറയേണ്ട കാര്യമുണ്ടോ ഏട്ടാ? അഞ്ജലിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എടാ ഞാനോട് 100 വട്ടം പറഞ്ഞാണ്. അപ്പോൾ അവൾക്ക് പേടി. ഒന്നാമത് ഇവനെ പെൺകുച്ചിന് എങ്ങനെ വേണോളോ കാണാൻ. എന്തായാലും മനസ്സിലൊരു ഭാരം കഴിഞ്ഞിട്ടാ. സന്തോഷേട്ടാ, എന്നെ ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ലോ? അവൾ 9ലല്ലടാ, അവൾ +1 ആയി. നേഹനോടാണ് ആരെയും ചെയ്തെങ്കിൽ ഒരു 6 മാസം അവനെ പുറത്താക്കിയിട്ട് പിന്നീട് വീണ്ടും എടുക്കാൻ നിങ്ങൾ പറയൂ. നിങ്ങൾ പറയൂ. ഹലോ, ലോറൻസ് കോട്ടേജ് അല്ലേ? ആ, മറിയ ചേച്ചിയാണോ? ഈ ആഴ്ച നമുക്കിവിടെ വേറെ വല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നോ? ആ, നമുക്കവിടെ അകത്ത് CCTV ഉണ്ടോ? எல்லாரும் சந்தேகம் வந்துடும். இல்ல யோசிச்சு பாரு. CCTV ஃபுட்டேஜ் போலீஸ் கிட்ட தான் தருவோம்னு சொல்லிட்டு அவர் போய் தனியா மெசேஜ், ஓ நம்ம மாட்டிக்கணும் போல அப்படி எல்லார் மேலேயும் டவுட் வந்துடும். ഇവനെ ടീം ചേർക്കാറല്ല. അവൻ സമ്മതിക്കൂ, അവൻ ഫൈറ്റ് ചെയ്യും. അഞ്ജലിയുടെ മുമ്പിൽ കേസിന് പോലെ അല്ലാണ്ട് വേറെ നിവൃത്തി ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സാർ, ഇക്കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ നാടകത്തിന് ശേഷം ഫോർട്ട് കൊച്ചിയിലെ കോട്ടേജിൽ അരങ്ങിലെ അഭിനേതാക്കൾ എല്ലാവരും കൂടിയിരുന്നല്ലോ. അന്ന് രാത്രി ഉറങ്ങിക്കിടന്ന അഞ്ജലിയോട് ഹരി ലൈംഗികമായ അതിക്രമം നടത്തിയതായി അഞ്ജലി ഗ്രൂപ്പ് കോർഡിനേറ്ററായ മദനോട് പരാതിപ്പെട്ടിരുന്നു. ഉറങ്ങിക്കിടന്ന അഞ്ജലിയുടെ മാറത്ത് ഹരി ജനൽ കയറി പിടിച്ചതായാണ് പരാതി. ഗ്രൂപ്പിലെ മറ്റ് അഭിനേതാക്കളുമായി ഇന്ന് ഇവിടെ നടത്തിയ മീറ്റിംഗിൽ പരാതി വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടിട്ടൊക്കെയാണ്. അത് അവനോട് വായിക്കാൻ പറഞ്ഞു. എന്താ ഇത് പോരെ? ഓ, ഇത് മതി. കാര്യം നോക്കി സാറിനോട് നേരിട്ട് പറയാലോ. കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് സാറിന് കത്ത് കൊടുത്താൽ മതി കേട്ടാ. ആ, അല്ല ഇതൊരു ഒഫീഷ്യൽ ചടങ്ങ് ചേട്ടാ, അത്രേ ഉള്ളൂ. ഞാനിത് ഇട്ടു. കഴിഞ്ഞിട്ട് വേണം അവനൊന്ന് കാണണ്ടേ. தாத்தாவா? அவருக்கு தான் ஹரி பேட்டானே இவர் தான் ஹீரோ. அந்த ஜாலியில் இருக்கிறவர். അവൻ ആ ബന്ധം അവസാനിച്ചു. എല്ലാം പഠിച്ചു പോകാമിയാ കയറ്റി പോട്ടാ. ഒരു തവണ വായിച്ച് കേട്ടതല്ലേ സിജനെ? ഇത് ഒപ്പിടുന്ന എനിക്ക് കുഴപ്പമില്ല, ഇത് സാറ് കൊടുക്കണല്ലേ. അപ്പോൾ ഈ തീരുമാനം അഞ്ജലി അറിയിക്കണ്ടേ? അറിയിക്കണം. ഇത് കഴിയുമ്പോൾ മദൻ അവളെ വിളിച്ച് അറിയിച്ചോളൂ. അത് പോരെ മദൻജി, നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തതെന്ന് അവളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലേ? അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരാണോ? ഞാനും അവനും സനോഷിനും സെൽവൻ ചേട്ടനും ഇതേ അഭിപ്രായം. അവളെ കാര്യം അറിയിച്ചാൽ പോലെ സന്തോഷം കേട്ടാ. ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണമെന്നുണ്ടോ? വിനയ് അങ്ങനെയല്ല. ഈ സംഭവത്തിൽ
ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. ഈ ജോലിയുടെ കാര്യത്തിൽ സംഭവിച്ചാണല്ലോ. അവസാനം അവനോട് ക്ഷമിച്ച പുണ്യാളന്മാർ മദൻ ചേട്ടനും സുധീർ ചേട്ടനും ഹരി ചേട്ടനും, നമ്മളൊക്കെ മോശക്കാരും. അങ്ങനെയാണ് ഇവന്റെ ചെവിയിലെത്തിയത്. അല്ല നാം പറയട്ടെ. എന്തൊക്കെയായാലും അഞ്ജലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് ശരിയല്ല. അതെന്താ? അവൾക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ ഇനി വിളിച്ചു വരുത്തിയിട്ട് എന്ത് വിസ്തരിക്കാനാ? സജിനെ, നല്ല മനസ്സുണ്ടെങ്കിൽ ഒപ്പിട്ടാൽ മതി. എന്നാ പിന്നെ നിങ്ങളതാ ചെയ്യും. അവിടെ വെക്ക് സുധീര. സാറ്, ഞാൻ, പിന്നെ ദില്ലിയിരിക്കണ അജി. അത് കഴിഞ്ഞിട്ടേ നീയുള്ളു. ഇത് കണ്ടാ നീ, ഇത് മൊത്തം ഡൈ ആണ്. നരേൻ സീനോറ്റി ഒന്നും കാണിക്കാൻ എന്നെ നിർബന്ധിക്കരുതട്ടാ. പറഞ്ഞേക്കാൻ ഞാൻ വിളിക്കാറില്ല അവളെ. ഞാൻ വിളിച്ചവൾ ഫോൺ കൊടുക്കും. ചേട്ടാ, നമ്മളെ കണ്ട അവൾക്കൊരു ആശ്വാസം വാങ്ങി മാത്രം അവൾ വിളിച്ചാൽ മതി. അത്രയുള്ള ജി. അവൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൾ വന്നാൽ മതി. എല്ലാവർക്കും കേൾക്കാല. ആ മോളെ മദൻ ഞങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മോളോട് നേരിട്ട് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ മോൾക്ക് ഇവിടം വരെ ഒന്ന് വരാമോ? നമ്മുടെ മദൻ്റെ വീട്ടിൽ. മദൻ്റെ വീട്ടിൽ കേട്ടാ. കാര്യത്തിന് തീരുമാനമായി. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ ഒരു അവസരത്തിൽ അവളോട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയുന്നത്. ഇവിടുത്തെ വണ്ടി എടുത്തോ. വിളിച്ചിട്ട് വരാം. വിളിച്ചിട്ട് വരുന്നതിനിപ്പോൾ എന്താ? മതി നിർത്തറാ. ആ നിർത്തി. ഡൽഹിയിലെ കളിക്ക് ഹരിയന്റെ വേഷം വിനയ ചെയ്യുമ്പോൾ വിനയുടെ വേഷം ആര് ചെയ്യും? നന്ദനോ പ്രശാന്തോ ചെയ്യും. പരമത്തെ ഞാനേ വരാൻ കുറച്ച് വൈകും. എന്നാലും നമ്മൾ ഒരാളെ എടുക്കണ്ടേ? അറിയാൻ പോണേ ഇവിടെ ഇത്ര വൈകും എന്നുള്ള കാര്യം. അവിടെ നിന്ന് ഉച്ചക്ക് മരുന്ന് കഴിച്ചു. സനോഷേ, അപ്പം എൻ്റെ ഫോണിൽ നിർത്താം. സ്പീക്കറിലിട്ടത് പറയടാ. എടാ, ഒരു ഗംഭീര വാർത്തയുണ്ട്. എടാ, നമ്മൾ രക്ഷപ്പെട്ടാ. നീ കാര്യം പറയടാ. അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നീ വീട്ടിലല്ലേ? അതെ. ഞാൻ ആലുവെത്തി. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് വരും. ഒരു 10 മിനിറ്റ് നിൽക്കേ. എന്താ സംഭവം? ആർക്കറിയാം? പുള്ളി ഇങ്ങോട്ട് വരുവാണോ? ആണെന്നല്ലേ പറഞ്ഞു. എന്തിനാ മദന അവൻ ഇങ്ങോട്ട് വിളിച്ചു? എന്റെ അയച്ചേട്ടൻ ഞാനാണോ വിളിച്ചത്? അവൻ ഇങ്ങോട്ട് വിളിച്ചതല്ലേ? അതെ, 10 മിനിറ്റ് കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞേ. നമുക്ക് ആ ചെരുപ്പും ബൈക്കൊക്കെ എടുത്ത് മാറ്റാൻ എടുത്ത് എങ്ങോട്ടെങ്കിലും പോയാൽ പോരാടാ. പിന്നെ 8-9 പേര് 3 ബൈക്കിലല്ലേ? ട്രിപ്പിൾ കളിക്കുന്ന വാ. ഓ, അവൻ ഏത് വഴിക്കാൻ വരുന്ന വണ്ടി എടുത്ത് മാറ്റാൻ, അല്ലെങ്കിൽ അവന്റെ വായിച്ചത് കയറും. അതെ, എല്ലാരും ഫോൺ സൈലന്റ് ആക്കണം. The Bluetooth device is connected successfully. മദൻ നിനക്കൊരു താങ്ക്സ് പറ. എന്താ കാര്യം? കാര്യമൊക്കെ പറയാം. നീ ആദ്യം താങ്ക്സ് പറ. ശരി, താങ്ക്സ്. എന്താ കാര്യം പറ. വാ. നിനക്ക് പാസ്പോർട്ട് ഉണ്ടോന്ന്? ഉണ്ട്. എന്തേ? അങ്ങനെയാണെങ്കിൽ 3 മാസം ഒരു യൂറോപ്പ് ട്രിപ്പ് പോകാൻ റെഡി ആയിക്കോ. നീ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് ഫുള്ള്. നമ്മുടെ നാടകം ഇന്റർനാഷണൽ ആയടാ. ഇന്റർനാഷണൽ. നാളെ വൈകുന്നേരം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഉഗ്രനടിയിരിക്കും. എനിക്ക് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലേ? കുറേ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ സായിപ്പും മദാമയില്ലേ, എടാ ക്രിസ് എമിലിയമ്മേ, അവർ നമ്മുടെ നാടകം കണ്ട് ഞെട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് രാവിലെ എന്നോട് വിളിച്ചു പറയാം പെട്ടെന്ന് ആ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ചെന്നപ്പോൾ എന്താ, ഒരു ഉഗ്രൻ ഓഫർ. വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം നമ്മുടെ ടീം ഫുള്ള് ഇംഗ്ലണ്ടിലോട്ടൊരു ട്രിപ്പ് പോകും. ഞെട്ടില്ലേ? 2000-3000 ഒന്നുമല്ല, ഒരാൾക്ക് 8 ലക്ഷം രൂപ വെച്ച്. സാറിന് വേറെ 15 ലക്ഷം രൂപ. എടാ, നമ്മുടെ പിള്ളേർ മുഴുവൻ രക്ഷപ്പെട്ടില്ലേ? എടാ, അവരത് നിന്നോട് കാര്യമായിട്ടാണോ പറഞ്ഞു? അല്ല, തമാശ. എടാ, നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് ക്ഷണിച്ചോണ്ടുള്ള അവിടുത്തെ ഗവൺമെന്റ് കത്ത് വരാം. അറിയോ? എന്താ ഞാൻ പറഞ്ഞു കേട്ട് നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയതാണ്. ലണ്ടനിലെ നാഷണൽ തിയേറ്ററിൽ നമുക്കൊരു പെർഫോമൻസ് ഉണ്ട് മോനെ. ലണ്ടനിൽ തന്നെ നമ്മളൊരു 8 ദിവസം ഉണ്ടാവും. ഇതൊരു സംഭവമല്ലോ. നീ സാറിനെ അറിയിച്ചോ? ഇല്ല, ഞാൻ സാറിനെ വിളിച്ചായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ഇത് ഫോണിൽ കൂടെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. പക്ഷെ സാറ് നാളെ നേപ്പാൾ പോകും. ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇന്ന് രാത്രി ഒരു 10-10 സാറിനെ കാണാമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് മാറാൻ വേണ്ടിട്ടോ ഒരാളോടെങ്കിലും പറയണമല്ലോടാ. ദീപകട വിളിക്കണ്ടല്ലോ. എടുക്കണ്ട,
ഞാൻ വണ്ടിയിലുണ്ടോന്ന് അറിയാനാ. നമുക്ക് വിട്ടേക്കാം. ഞാൻ എന്നാ വിട്ടേക്കാം. മൊബൈൽ. അതെ, ഞാൻ നിന്നെ രാത്രി ഒരു 8-8:30 വിളിക്കാം. നീയേ ആ ഒബ്രോമാളിന്റെ അവിടെ വന്ന് നിന്നാ മതി. നമുക്കിവിടെ നിന്ന് ഒരു വണ്ടിയിലേ സാധനം കൊണ്ടുപോകും. എടാ പിന്നെ ഒരു മിനിറ്റ്. ഗ്രൂപ്പ് മുഴുവൻ 3 മാസത്തെ യാത്ര എന്ന് പറയുമ്പോഴേ അഞ്ജലി ഉൾപ്പെടെയാണോ? പിന്നല്ലാതെ അവള് നമ്മുടെ ഓരോരോ നായികയല്ലേ. ഉറപ്പില്ല, ചിലപ്പോ എന്റെ ഭാര്യയും കൂടെ കാണും. അഞ്ജലിക്ക് ഒരു കമ്പനി ആവുമല്ലോ. എന്താടാ നീ ആ പാടെ പിടിവിട്ട് നിൽക്കുകയാണല്ലോ. ദൈവത്തെ ഓർത്ത് അവരെ ഒന്നും വിളിച്ച് പറയല്ലേ. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ. അപ്പൊ പോയിട്ടാ മദൻജി നമസ്കാരം. സുഖല്ലേ? ഇപ്പൊ പോയാള് സിനിമ കാണുന്നുണ്ട്. അതെ, ഹരി. ഹരി എന്നാ പേരല്ലേ? മദൻജി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, വോട്ടും ചോദിക്കുന്നില്ല. എന്റെ വാപ്പിച്ച് വോട്ട് ചെയ്താ ആ വിരലും കൊണ്ടങ്ങ് എത്തിയാൽ മതി ബൂത്തിലേക്ക്. கூண்டுக்குள்ள மாட்ட மாதிரி மாட்டுங்கிறாங்க. എന്താണെങ്കിലും ഒരു പഴം പിഴുങ്ങിയ പോലെ നിൽക്കണത്. എന്തെങ്കിലും ഒന്ന് പറയുന്നു. നമുക്ക് യോഗ ഇല്ലെന്ന് കൂട്ടിയാൽ മതി. ഇതെന്ത് വർത്താനോട് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു കളേ യോഗ ഇല്ലെന്ന്. നമ്മൾ അവനെ പുറത്താക്കാൻ നോക്കണം, അവൻ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കണം. നമുക്കൊന്ന് ആലോചിക്കാൻ സമയം വേണ്ടേ? അഞ്ജലി ഇപ്പം വന്നാൽ ശരിയാവൂ? അഞ്ജലി കഴിഞ്ഞ അവനെ പെട്ടെന്ന് വിളിക്കും. പിന്നെ വേഗം വിളിക്കും. അവിടെ എത്തിയില്ലെന്ന് വരണ്ടെന്ന് പറ. എന്തെങ്കിലും പറഞ്ഞ് മുടക്കാൻ പറ അവനെ എടുത്ത്. ഞാൻ വിളിക്കാം. മഞ്ചേട്ടോ ഇവർക്ക് തന്നെയല്ലേ നിർബന്ധം, അവളിങ്ങോട്ട് വന്നേ തീരുമെന്ന്. എടാ നീ എവിടെയാ? അഞ്ജലിയോ? ഇല്ല, നീ അവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതാ. എത്ര സമയം എടുക്കും ഇങ്ങോട്ടെത്താൻ? ഓക്കെ, ശരിയടാ. ശരി. രക്ഷയില്ല, അവർ കണ്ടു. സെൽവൻ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ചത്? എൻ്റെ ടെൻഷൻ കണ്ടാ തോന്നുന്നു നീ അവനെ കയറി പിടിച്ച പോലെ. സമാധാനമായിട്ട് എന്നോട് പോയിക്കുക. സെൽവൻ ചേട്ടൻ എന്തിനാ എന്നെ വിളിച്ചത്? നീ സാരയുടെ ഒപ്പം ഉള്ളതുകൊണ്ട് ഞാൻ പറയാതിരുന്നാണ്. വൃത്തിയായിട്ടാണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ഒന്ന് ആലോചിക്കണ്ടേ ഏട്ടാ? നമുക്ക് അച്ഛൻ ഒന്ന് ആലോചിക്കണ്ടേ? ഒന്ന് പുറത്തോട്ട് പോകാം, നമുക്കത് ആലോചിക്കാം. ഒരു വലിച്ചോണ്ട് ആലോചിക്കാം. വാ ചേട്ടാ, വാ ഇങ്ങോട്ട്. എടോ പ്രശാന്ത്, നീ വന്നേ. സുധരേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. അപ്പം മതഞ്ചൻ്റെ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യയോട് കേൾക്കുന്നു എന്നുള്ള ഒരു ലൈനിലാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. മനസ്സിലായില്ല. അഞ്ജലി, നീ എന്നോട് പറഞ്ഞ കാര്യമില്ലേ, അത് നീ എന്നോടല്ല മതഞ്ചേട്ടനോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ഉറപ്പൊന്നുമില്ല, ഒരു സംശയമാണ്. ഈ ഫോട്ടോ നോക്കി ആളെ മനസ്സിലായ? സമയം നോക്കി ഇതെങ്ങനെ ശരിയാവും? അതെ, ലോകത്ത് ഒരു പെണ്ണും ഇങ്ങനൊരു കാര്യത്തിൽ കളവ് പറയില്ല. അതുകൊണ്ട് നീ ഒരുപാട് CBI കളിക്കണ്ട. കേട്ടല്ലോ? என்ன ഫോട്ടോ? ഹലോ 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 സാറേ. ഹലോ സുധീർ സാറേ. അതിനകത്ത് കേൾക്കുന്നുണ്ട്, പറയാം. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാം. പറഞ്ഞോ. പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോ നീ ഇൻവോൾവ് ആകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ? അണ്ണന്മാരറിഞ്ഞു കഴിഞ്ഞാല് ഞാനും നീയും കൂടെ ഹരീനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമെന്ന് പറയും. അല്ല, അത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല. നിന്റെ കല്യാണത്തിന് 4 വർഷം മുമ്പ് നമ്മൾ പ്രേമിച്ചില്ലേ? അന്നും ആരും അറിയണ്ടെന്നായിരുന്നു നിന്റെ നിലപാട്. അതൊക്കെ ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അത് ഇനി നടക്കാനും പോകുന്നില്ല. നിനക്ക് എൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പുണ്ടായിട്ടില്ല അല്ലേ? മനസ്സിലേ, എൻ്റെ ഡിവോഴ്സ് കലാപരിപാടി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരും അറിയിക്കാം. പോരെ? മതിയോ? பின்னாடி ஒருத்தருக்கு அம்மாலும் டவுட்டாகவே இருக்கு. தாத்தா மேலையா? தாத்தா என்னடா பண்ணாரு? எனக்கு தாத்தா மேல டவுட் வரல. CCTV செக் பண்ணுவோம். ഇന്ന് തന്നെ ഹരിക്ക് ഈ മതഞ്ചിയുടെ അടുത്ത് വീട്ടിൽ വന്ന് പറയാൻ തോന്നിയില്ല? அவன் ஃபுல்லா பேசியிருந்தாங்கன்னா இப்படி இருப்பாரு ஒரு இது. சூப்பரா இருக்குடா, பயங்கரமா இருக்குடா. அந்த ஸ்கிரீன் ப்ளே அண்ட் வே ஆஃப் டைரக்ஷன் എഡിറ്റിംഗ് சொன்னீங்க. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല. അയച്ചേട്ടാ ഒരു മാസം എത്ര കിട്ടും? അയച്ചേട്ടാ പറ. പമ്പിലൊക്കെ പോയ എണ്ണ കിട്ടാൻ മുടങ്ങാണ്ട് പോയ 8000 രൂപ. 8000 രൂപ നിനക്കാ? 12. അതിലേക്ക് 5-ാം മാസമല്ലേ? ഒരു കൊച്ചും കൂടി വരാൻ പോണ്. കാരണം പക്ഷേ നിനക്ക് എത്ര ഉണ്ടാ? എല്ലാവർക്കും ഇതൊക്കെ തന്നെ പൈസയുടെ അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. താൻ നീ ചോദിച്ചു പരത്തണ്ട. എടോ, ഞങ്ങളെ പോലെ അല്ല താൻ. എനിക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഉണ്ട്. ട്രാവൽ ഏജൻസിന്റെ അമ്മൂമ്മട
ഇവിടെ 14 ലക്ഷം രൂപ കടത്തിലാണ് ഞാൻ. കിട്ടുന്നതിന് പകുതി എനിക്ക് കിട്ടാനില്ല. കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ പലിശക്കാർ വന്ന് എല്ലാ സാധനവും എടുത്തിട്ട് പോയി. അതുകൊണ്ട് നിങ്ങളാരും പൈസയുടെ അത്യാവശ്യം എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. അവരിപ്പോൾ എത്തും. അതിനു മുമ്പേ നമ്മൾ എന്ത് പറയണമെന്ന് ആലോചിക്കും. അവനെ പുറത്താക്കുന്നതല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല മുതൽ. ചേട്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി തോന്നുന്നുണ്ടോ നിനക്ക്? എടാ ബുദ്ധിയില്ലേ നിനക്ക്? ഹരിയേട്ടൻ എനിക്ക് എന്ന ചെക്ക 1.5 ലക്ഷത്തിന്റെ ഇത് കീറി കളഞ്ഞിട്ടാണ് അങ്ങേരെ പുറത്താക്കാൻ നിങ്ങൾ പറഞ്ഞ ലെറ്ററിൽ ഞാൻ ഒപ്പിട്ടത്. തനിക്കത് കൈ കിട്ടിയ പൈസ അല്ലായിരുന്നോ? അതെന്തിനാണ് എടിപിടി എന്നൊക്കെ പറഞ്ഞ് കീറി എന്താന്നോ അവന്റെ പൈസ വാങ്ങിച്ച് അവനിട്ട് കുത്തി കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ട്. ആ അതെ അറിയാത്തോണ്ടാണ് അത് തന്നെ കാര്യം. ചെക്ക് കീറിപ്പോയതാന്ന് പറഞ്ഞാൽ അവൻ വേറെ ചെക്ക് എഴുതരും. അതൊരു വിഷയമുള്ള കാര്യമല്ല. ഇതിലിപ്പോ എന്ത് തീരുമാനിക്കണം എന്ന് പറയാം. ഇതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ, കോംപ്രമൈസ്. നമുക്കിവർ രണ്ടുപേരും വേണമെന്നേ. അതാ ഞാൻ തുടക്കം പോലെ പറയണേ. അപ്പൊ ബാലിശാന്നൊക്കെ പറഞ്ഞ് സുധീരനെ കളിയാക്കുമല്ലായിരുന്നു. എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ പറയാണ്ട് നമ്മളെന്ന് പറ. അവളോട് ഉള്ള കാര്യം കൊണ്ട് പറയണോന്നേ. ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മാറിയാല. അവള് നിന്റെ കാരണക്കുറ്റി അടിച്ചു പൊട്ടി. സന്തോഷേ പറയട്ടാ, നമുക്കിതെങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുവാടാ? കോംപ്രമൈസ് ചെയ്യാവുന്ന കേസേ ഉള്ളു. കയറി പിടിച്ച തെറ്റാ. പിന്നെ പറയുകയാണെങ്കിൽ അവക്കടെ വേഷമൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ അവളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഈ സാധനം അങ്ങനെ വർക്കൗട്ട് ആയ അയച്ചേട്ടാ നമ്മുടെ ട്രിപ്പ് നടക്കും. അവനെ ഈസി ആയിട്ട് പുറത്താക്കുകയും ചെയ്യാം. ആലോചിച്ച് നോക്കും. മരിച്ചേട്ടത്തിനും ഇന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എടാ നന്ദ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ അത് വർക്കാവില്ല. എന്താണ്? അവൻ ഈ സായിപ്പും മദാമയൊക്കെ ആയിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട്. അവനോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. നിങ്ങൾ 4 പേരും കൂടി പോയി അവളോട് അവന് വേണ്ടി മാപ്പ് പറയണം. വേണ്ടി വന്ന കറിഞ്ഞ് കാല് പിടിക്കണം. ആ നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് അവൾ ക്ഷമിക്കും. അല്ലാതെ ഈ മണ്ടം പറഞ്ഞ പോലെ ട്രിപ്പിന്റെ കാര്യമൊന്നും മിണ്ടിയേക്കരുത്. അതൊക്കെ പിന്നീട് ഉണ്ടായ സംഭവമായിട്ട് വേണം അവളറിയാൻ. ഇതാലോചിക്കാന്നൊരു കാര്യം. ആലോചിക്കണം സമയമില്ലടാ. ഉടനെ തീരുമാനം എടുക്കും. അവരിപ്പോ എത്തും. അവൾ വരട്ടെ, ഞാൻ സംസാരിക്കാല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സീനിയേഴ്സ് എല്ലാവരും സംസാരിക്കണം. ഇതിപ്പോൾ ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു അവസരം വന്ന സ്ഥിതിക്ക് ആ റാസ്കലിന് വേണ്ടി മാപ്പ് പറയാം. അവന് വേണ്ടി അവളോട് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ നിന്ന് അറിയാളൊരു സീനിയർ ഉണ്ടല്ലോ, അദ്ദേഹം ചോദിക്കട്ടെ. എന്താ അയച്ചേട്ടൻ്റെ അഭിപ്രായം? தாத்தா டவுட் வந்துச்சு. தாத்தா மேலே டவுட் வந்துச்சு எனக்கு. அரிய பார்த்தா அவர் கேஷுவலாக தான் வந்துட்டு போனார்ல. என் ஒய்ஃபும் வருவாங்க, அவங்களுக்கும் அவர் இல்லைன்னு நினைக்கிறேன். ഇരുട്ടിൽ അരി മാറി തെഞ്ചിരിക്കും പോലെ. പിന്നെ സെൽവൻ ചേട്ടൻ വിളിച്ചപ്പോൾ നീ എന്തിനാ വരാന്ന് പറഞ്ഞു? വിളിച്ചപ്പോ ഈ സെൽവൻ ചേട്ടനോടൊക്കെ എങ്ങനെയാ വരാൻ പറ്റില്ല എന്ന് പറയാ. ഞാൻ ഇന്നലെ കാര്യം അവതരിപ്പിച്ചു. മാഞ്ചേട്ടൻ ചോദിച്ചു അറിയല്ലേ എന്ന് ഉറപ്പാണോ? പിന്നെ അഞ്ജലി അവനെ കണ്ടിരുന്നില്ല എന്നൊക്കെ. അപ്പം ഞാൻ നീ കണ്ടിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവന്മാരും എന്നോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇൻ കേസ് ചോദിച്ചാൽ നീ കണ്ടു എന്നൊന്നും ഉറപ്പിച്ച് പറഞ്ഞാണ്. எனக்கு தெரிஞ்சு இவர் സിറ്റുവേഷനുക്ക് വണ്ടി ഒന്ന് നിർത്താൻ. എന്തോട്ട്? എനിക്കിങ്ങനെ കള്ളം പറയാൻ പറ്റില്ല. നീ എന്തിനാ മദൻ ചേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോയതല്ല അഞ്ജലി. ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് ചോദിച്ചു അവൾ അവനെ കണ്ടോ ഇല്ലയോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇപ്പം നീ അവനെ കണ്ടിട്ടില്ല എന്ന് നിന്റെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ അല്ലേ വിനയ് ഞാൻ നിന്നോടെന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരോടും പറയണ്ട. ഞാൻ ഈ ഗ്രൂപ്പ് വിട്ട് പൊക്കോളാം. എനിക്കിത് മനസ്സിലാകുന്നില്ല കേട്ടോ. അതായത് അവൻ നിന്നെ കയറി പിടിച്ചു എന്നിട്ട് നീ ഗ്രൂപ്പ് വിട്ട് പോകുന്നു. നമ്മൾ ഏറ്റവും സേഫ് ആയി കരുതുന്ന ഒരു സ്പേസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ വല്ലാതെ തളർന്നു പോകും. അതിന് ഞാൻ പഴയ സ്ഥലമല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വെച്ചാൽ ഈ തെണ്ടി നമ്മുടെ ഗ്രൂപ്പ് വിട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ സ്ഥലം തന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് സംഭവിച്ചതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. ജലി, അവൻ നിന്റെ കയറി പിടിച്ചോ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പിടിച്ചോ ഇല്ലേ? നീ അവനെ കണ്ടോ? അവന്റെ പോക്കറ്റിൽ നിന്ന് തെറിച്ചു പോയ കുണാപ്പ മാത്രമുള്ള നിന്റെ തെളിവായിട്ട് അല്ലേ? അത് മാത്രമല്ല, അത് അയാൾ തന്നെയാണ്. അതേ മണം. അഞ്ജലി, ഇത് ഞാൻ വിശ്വസിക്കും. എനിക്കിത് മതി. ഗ്രൂപ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് മതിയാവില്ല. சிகரெட் வந்துச்சா? ஏதோ அது வந்துச்சான்னு தான் கேட்டார். டேய் சிகரெட் எடுக்கணும் யாரா? அந்த எல்லோ கலர் டிஷர்ட் ஒருத்தர் போட்டிருந்தார்ல, இப்போ கூட ஒரு ஐடியா எல்லாரும் அவரு. ഒന്നും ചെയ്യണ്ടേ? ഞാൻ നിന്നോട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു, അവനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു. ചെയ്തില്ല.
ഫേസ്ബുക്കിൽ അവനെതിരെ പോസ്റ്റ് ഇടാൻ പറഞ്ഞു, അതും ചെയ്തില്ല. ഇനിയിപ്പോ ഗ്രൂപ്പിലും പറയണ്ടേ? ഈ ഗ്രൂപ്പിൽ പോയി പറഞ്ഞു നീ അവനെ കണ്ടിട്ടില്ല. മാഞ്ചേട്ടൻ്റെ മുമ്പിൽ ഞാൻ കള്ളനാവും. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളാം. അതത് ഞാനാണ് മദൻചേട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അപ്പം നിനക്ക് ഒറ്റയ്ക്ക് ഗ്രൂപ്പ് വിട്ട് പോകേണ്ടവരില്ല. ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ ബലൂൺ എൻ്റെ ഈ തലയിലുണ്ടത്രേ. അത് പൊട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ പൊട്ടിയ ഒരു 20 മിനിറ്റ് അതോടെ ചേട്ടായി പറയുന്നത് എന്താ വേടച്ച് നമുക്ക് ചെയ്യാല്ല. ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉദീറിയത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. ഇതുവരെ ഒരു ആഗ്രഹവും ഭാഗ്യമില്ല, ഒന്നും ചെയ്യാനും ഭാഗ്യമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഹരി ഇന്ന് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് കാണണം, ആ കറക്കത്തിനിടയിൽ ഈ ബലൂൺ പൊട്ടണമെന്നും ചെറിയൊരു ആഗ്രഹം. ചുമ്മാ ഒരു വട്ട്. ഞാനെന്തൊരു വൃത്തികെട്ടവനാണെന്നല്ലേ നീ ഇപ്പോൾ ആലോചിക്കുന്നത്. ആ പെങ്കൊച്ചിനെ കയറി പിടിച്ചവൻ്റെ അവതാരത്തിൽ ലോകം കറങ്ങാൻ ഇങ്ങനെ അങ്ങ് പതറണമെങ്കിൽ അല്ലേ? കോംപ്രമൈസ് ആണെങ്കിൽ അങ്ങനെ അവിടെ പോട്ടെ. അതെല്ലാം അവള് അമ്പിനെ വില്ലിനടുക്കൽ മാത്രം കാണിച്ചാൽ മതി. അയാൾ എന്നെ കയറി പിടിച്ചു തെളിയിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ കള്ളങ്ങൾ ഇനി പറയണം? മദൻ ചേട്ടനോടാണ് പറഞ്ഞതെന്ന് പറയണം, അയാളെ കണ്ടു എന്ന് പറയണം, വേറെ എന്തൊക്കെ ഞാൻ പറയണം? ഒന്നും ചെയ്യാത്തൊരു പാവത്തിനെ കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ലല്ലോ അഞ്ജലി ഇത്. ഞാനത് മെസ്സേജ് ചെയ്താ പറയണ ചേട്ടാ അത് ഓഫായിട്ട് മെളു കുത്തിയിട്ട് ചേട്ടൻ പറഞ്ഞ ലെവിറ്ററ സെറ്റാണ്. എന്ത് പേരാ അത്? കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ താഴെ കിടക്കൂടാ. ഞാൻ മേടിച്ചോണ്ട് മോളെ നിനക്ക് ചായ വല്ലതും വേണ്ട മദൻ ചേട്ടാ. വെള്ളം എടുക്കട്ടെ? വേണ്ട. ഞാൻ നീ മുകളിലോട്ട് ഇരുന്നു, ഞങ്ങളിങ്ങോട്ട് വരാം, എല്ലാവരും കൂടി സംസാരിക്കണ്ടല്ലോ. എന്താ സനോഷ് ചേട്ടാ, 7 മണിയായല്ലോ, അമ്പലത്തിലൊന്നും പോണ്ടേ? ഇല്ല അഞ്ജലി, ഇന്ന് പോയില്ല. ഒരു കൂട്ടാനെ ഏൽപ്പിച്ചു. எல்லோ டிஷர்ட் ஒரு மாதிரி பார்த்தாங்களே, யாரையும் நாமளா பேச முடியல. മൂടെ എടുത്തിട്ടുണ്ട്. വിസ്തരിച്ച് കുളമാക്കരുത്. പുറത്താക്കാനാണ് തീരുമാനവും തന്നെ പറഞ്ഞേക്ക്. 8 ലക്ഷം രൂപ. അല്ലെ ഒരാൾക്ക് 8 ലക്ഷം രൂപ കിട്ടാൻ ഇത് തന്നെ തിരിച്ചും മറിച്ചും പറയണ്ട, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എടാ ഇനി ഇവന്മാരാരെങ്കിലും അവളോട് ഈ കാര്യം പറയേ? ഒന്നുമില്ല, അതെന്തോ കോംപ്രമൈസ് എടുക്കാനുള്ള പരിപാടിയില്ല. കോംപ്രമൈസാ? ചിന്തിക്കൂടി വേണ്ട, ഈ ഒരു ഒറ്റ കാര്യം മതി അവളെന്നെ ഇട്ടിട്ട് പോവാൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ല, അവനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് സാറിന് കൊടുക്കാനുള്ള ലെറ്റർ വരെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുക. നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത് തന്നെ. ഒരു വട്ടം നിനക്ക് ക്ഷമിക്കാൻ പറ്റിയ നമ്മുടെ ഗ്രൂപ്പൊന്നും അലയാതിരിക്കും. സാറും സാറും രണ്ട് വിഷമിക്കും. ഇവരോട് ഞാനാ പറഞ്ഞത്, കൊച്ചിനോട് സംസാരിച്ചു നോക്കാം. ചേട്ടനാ പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചാൽ വല്ല കാര്യം ഉണ്ടാവും അയച്ചേട്ട് തോന്നിയോ? അവളിത് പോലീസ് കേസാക്കും എന്നൊക്കെ പറഞ്ഞ് നേരാണോ? അതൊന്നുമില്ല, ഞാനത് എൻ്റെ കയ്യിൽ നിന്നിട്ടാണ് മാഞ്ചേട്ടനോട്. മോളെ, അവൻ അങ്ങനെ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല മോളെ. അവൻ്റെ പേരിൽ ഇന്ന് ഒരു കംപ്ലൈൻറ്റ് എവിടെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അവന് കള്ളിൻ്റെ മുകളിൽ പറ്റിയ ഒരു അബദ്ധം. നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ മോള് ക്ഷമിക്കും. അല്ല, ഇത് നിന്നോടൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ. നിനക്ക് പറ്റില്ല എന്നാണെങ്കിൽ വേണ്ട, നമ്മൾ ആ കത്തെടുത്ത് സാറിൻ്റെ ലോട്ട് കൊടുക്കും. ചെറ്റത്തരമാണ്, ശുദ്ധ ചെറ്റത്തരം. മദൻ ചേട്ടാ, ഞാൻ വേറൊരു ഓപ്ഷൻ പറയാം. പുള്ളി ഇറങ്ങി നിന്നോട്ടെ, ഞാൻ മാറിക്കോളാം. അതൊന്നും വേണ്ട, ഒന്നുമില്ല. അവനെ പുറത്താക്കുക, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആക്കുക. എൻ്റെ അയച്ചേട്ടാ ആ വാക്കിനി പറയല്ലേ, അത് ഭയങ്കര ചീപ്പാണ്. നീ ദേഷ്യപ്പെട്ടോ? പക്ഷെ അയച്ചേട്ടന് ചീപ്പ് ഒന്ന് വിളിക്കും. ഞാൻ ആ വാക്ക് ചീപ്പാണെന്നാ പറഞ്ഞു, അയച്ചേട്ടനല്ല ചീപ്പ്. സുധീറെ, അവളോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യം അവൾക്ക് എന്തും പറയാനുള്ള നീ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവനുള്ളൂ. ഞങ്ങൾ അവന് വേണ്ടി വാദിക്കുകയാണെന്ന് വിചാരിക്കണ്ട. അല്ല മോളെ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ ഒരു വിധം, അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിൽ. മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവന്മാരോട് ഇരുന്ന് കള്ളു കുടിക്കരുതെന്ന്. വെറുതെ ഇരിക്കേണ്ട ശെൽവൻ ചേട്ടാ. ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല, എന്നെ കൂടെ തെറ്റാണെന്നാണല്ലോ. അയാൾ എന്നോടല്ലേ ഇങ്ങനെ ചെയ്തത്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇനി ഒരു കോംപ്രമൈസിന് ഞാനില്ല. മോളെ നീ പോലെ അഞ്ജലി, അഞ്ജലി നിക്ക് മോളെ. അഞ്ജലി നമുക്ക് സംസാരിക്കാം. നീ അവിടെ സമാധാനമായിട്ടൊന്ന് വായിച്ചു നോക്കി. സെൽവൻ ചേട്ടൻ പഴയ ആള്, പുള്ളി പറഞ്ഞതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല. മദൻജി ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെടുത്ത് തീരുമാനം എഴുതിയിരിക്കുന്നത്. തന്നോട് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് പിടിച്ചു ചോദിച്ചു, താൻ പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ വിശ്വാസം. എന്നെ ഇത്ര വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് ക്ഷമിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല, അവനെ പിടിച്ച് പുറത്താക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ കലാകാരന്മാർക്ക് വേറെ ഒന്നും ചെയ്യും.
ആസ് ആർട്ടിസ്റ്റ് നമുക്ക് വേറൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമെന്നൊരു ഡിസ്കഷൻ വന്നു മോളെ. അപ്പം ഞാൻ പറഞ്ഞു അഞ്ജലിയോട് ചോദിക്കാം, ലെറ്റർ ഡിസൈഡ്. എനിക്ക് ആർട്ടിസ്റ്റ് ആവേണ്ട ഒരു കുന്തമാവണ്ട. എനിക്കിനി അയാളെ ഫേസ് ചെയ്യാനോ അയാളോട് അഭിനയിക്കാനോ പറ്റില്ല. അവൾ ഇത്ര സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും എന്താണ് ഇത് മനസ്സിലാവാത്തത്? ഇത് വേറെ ആരും മനസ്സിലാക്കണ്ട വിനയ്. ഇത് എനിക്കല്ലേ സംഭവിച്ചത്. ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. നീ എല്ലാവരുടെ മുഖത്തോട്ട് നോക്കി പേടിച്ച് വിറച്ചിരിക്കണല്ലേ, ഞാനടക്കം. നീ ഇത് പുറത്ത് പറയോ, പോലീസ് കേസാക്കുന്ന ഒറ്റ പേടി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ സീൻചേട്ടൻ പറഞ്ഞ പോലെ വിശ്വാസവും വാങ്ങിയൊന്നുമല്ല. സനുഷ, നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണ്ട. എല്ലാവരുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവൻ ഇത് ചെയ്യണം നമ്മൾ അതിനെ നേരിട്ട് കണ്ടിട്ടാണോ പുറത്താക്കാൻ തീരുമാനിച്ചത്? അല്ലല്ലോ, പേടി. അല്ലാണ്ട് എന്താണ്? നീ പേടിത്തൊണ്ടനായിരിക്കും. സമ്മതിച്ചു. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇവിടെ ഒരു ന്യായത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാണ് സത്യം. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാണല്ലോ. പറയണത് അങ്ങനെ തന്നെ അങ്ങോട്ട് വിഴുങ്ങിക്കൊള്ളണം. നിനക്ക് എന്താ അറിയേണ്ടത്? പറയാം, എല്ലാം പറയാം. ഇനി അത് കേൾക്കാഞ്ഞിട്ട് ആർക്കും ഒരു വിഷമവും വേണ്ട. പിന്നെ ഈ സീൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നിനില്ല എന്ന് പറഞ്ഞത്. ഒരാവശ്യമില്ല അഞ്ജലി, ആരോടും ഒരു ഡീറ്റെയിൽസും പറയേണ്ട കാര്യമില്ല. വിശ്വസിക്കണവർ വിശ്വസിച്ചാൽ മതി. നീ വന്നേ അഞ്ജലി, പോ. നീ പോ. അഞ്ജലി, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരേ ഒരു കാര്യം. ഈ മദൻ ചേട്ടൻ പറഞ്ഞു അന്ന് രാത്രി 2:30 മണിക്കാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് ശരിയാണോ? ഈ ഫോട്ടോ കണ്ടോ? എല്ലാരും കണ്ടോ? അന്ന് റിസോർട്ടിൽ വെച്ച് ഞാനുണ്ടല്ലേ നമ്മൾ ഉടക്കിയായിരുന്നു. പാരാത്രിയപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്ത് അപ്പം എടുത്ത ഫോട്ടോ ആണത്. ഫോട്ടോ അല്ല, സ്ക്രീൻഷോട്ട്. ഈ ആളെ നോക്കിയേ, എല്ലാവരും നോക്ക്. ഈ കിടന്നുറങ്ങണേണ് ഹരിയേട്ടൻ. നല്ല ഉറക്കത്തിലാണ്. ആ സമയം കൂടി ഒന്ന് നോക്കിയേ, 2:12. അഞ്ജലി പറഞ്ഞത് വെച്ച് നോക്കണമെങ്കിൽ ഹരിയേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ചെയ്തു എന്നാണ്. രാവിലെ പോലെ ഇത്ര നേരം ഇത്ര ആളുകളുമായിട്ട് അലച്ചോണ്ടിരിക്കുകയല്ലടാ. ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാ? ഞാനും ഡെല്ലിനെ നമ്മളുള്ള ചാറ്റ് നോക്കിയപ്പോൾ കണ്ടതാ. ഇപ്പോഴേ ശ്രദ്ധിച്ച്. ഈ ഫോട്ടോ പ്രശ്നമുള്ള അഞ്ജലി നോക്കിയേ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? മതി നിർത്ത്. നിങ്ങൾ അവനെ വെച്ചോണ്ടിരുന്നു. അഞ്ജലി, നീ ഒരാളോടും ഒന്നും ബോധിപ്പിക്കാൻ ബാധ്യസ്ഥയല്ല. അങ്ങനെയല്ല പിന്നെ ഹരിയെ പുറത്താക്കാൻ തീരുമാനിച്ചവരാ നമ്മള്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതുവരെ ഇങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഈ ഫോട്ടോയുടെ കൺഫ്യൂഷനൊക്കെ വന്ന സ്ഥിതിക്ക് അഞ്ജലി ഒരു കാര്യം ചോദിച്ചിട്ട് മോശം അർത്ഥത്തിൽ എടുക്കരുത്. നീ ആ സമയത്ത് നല്ല ഉറക്കായിരുന്നില്ലേ? അവനെ നീ കൃത്യമായിട്ട് കണ്ടാണോ? അന്ന് 2:12 വരെ എന്റെ റൂമിൽ ഉറങ്ങിക്കിടന്ന ആള് 2:30 മണിയായപ്പോ അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയണം. അത് പോടാപ്പ അവന്റെ ഒരു സമയക്കണക്ക്. അവൻ ഉറക്കത്തിൽ നിന്ന് പറന്നു വന്നോ നടന്നു വന്നോന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അവള് കണ്ടു എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. നീ എന്തിനാണ് തുള്ളിച്ചാർന്നത്? ജോലിയുടെ സംശയം ചോദിച്ചു. കണ്ടിട്ട് സംശയം ന്യായമാണ് ഞാൻ തോന്നി. വയ്ക്കോ, പിന്നെ പറഞ്ഞതൊന്നും ആരും വിശ്വസിച്ചില്ലെന്ന് കംപ്ലൈന്റ് പറഞ്ഞേക്കരുത്. ഒന്ന് നിർത്തന്റെ സന്തോഷേ. ആദ്യം പെൺകുട്ടികളോട് സംസാരിക്കാൻ പഠിക്കും മോളെ. ഫോർ ഗ്രൂപ്പ് സേക്ക് എന്നോട് പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയാം, അന്ന് എന്താ ഉണ്ടായതെന്ന്. ഈ ജോലി ആളുകളൊക്കെ സംശയിക്കുന്നത് മാറിക്കിട്ടുമല്ലോ. അന്ന് രാത്രി ചീട്ടൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ചെന്നു. ഓർമ്മയില്ല. ശരി, ബാക്കി ക്ഷീണത്തിൻ്റെ ആണോ അതോ ഡ്രിങ്കൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ആണോ? അതെനിക്ക് നല്ല തലയിറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് കിടന്നൊരു എവിടെയാ കിടന്ന്? അവിടെ ഒന്ന് പറയാൻ നമുക്ക് സന്തോഷം. അവിടെ ഒരു ദിവാൻ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കിടന്നത്. 20 മിനിറ്റ് ആയപ്പോഴാണ്. അവളെ കൊണ്ടത് വീണ്ടും വീണ്ടും പറയിക്കാൻ നിനക്കൊന്നൊരു നാണമില്ലേ? വേണ്ട, പറയിക്കണ്ട മോളെ. ജനലിൽ കൂടി കയറ്റെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ ജനൽ തുറന്നു കിടക്കണമായിരുന്നു. അല്ലാതെ AC മുറിയായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് അഞ്ജലി ജനൽ തുറന്നിട്ട്? എന്തിനാണ്? ഷംനയ്ക്ക് നല്ല കോൾഡും പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജിത്ത് പറഞ്ഞു AC-യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജനൽ തുറന്നിട്ടത്. ഈ സംഭവം നടന്നപ്പോൾ നീ ഉറങ്ങായിരുന്നില്ലേ? അഞ്ജലി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിച്ചു. ഈ ഫോട്ടോയിൽ കിടന്നുറങ്ങുന്ന ആളെങ്ങനെ അറിഞ്ഞു നീ ആ ജനലിനടുത്തുള്ള ദിവാനിൽ കിടന്നുറങ്ങിയെന്ന്? ആ ജനലപ്പോൾ തുറന്നെടുക്കരുന്ന് അങ്ങനെ അറിഞ്ഞു?
അവൻ റേഞ്ചില്ല എന്ന് പറഞ്ഞൊരു 10 പ്രാവശ്യം ടെറസിലേക്ക് പോകുന്ന നമ്മൾ കണ്ടതല്ലേ? ടെറസിലേക്ക് പോകുന്ന വഴിയായിരുന്നില്ലേ ഉള്ള മുറി? പോകുന്ന വഴി ചെയ്തായിരിക്കും. എന്തൊക്കെ ഹാലൂസിനേഷൻ? ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. നമ്മളെ ആരോ തൊടുന്നു, തള്ളുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. പേടിയിൽ നിന്ന് വരുന്നതാണ്. ആൾക്കോൾ ചെന്നാൽ അഗ്രവേറ്റഡ് ആവും. അത്രയേ ഉള്ളൂ ഇത്. അതെ, എല്ലാവരും തോന്നലായിരുന്നു. അയാൾ എന്നെ കയറി പിടിച്ചതും ഞാൻ അന്ന് രാവിലെ 5 മണി വരെ പേടിച്ച് വിറച്ചിരുന്നതും എല്ലാവരും തോന്നലായിരുന്നു. ഈ ആഴ്ച മുഴുവനൊന്നും വർക്ക് സൈറ്റിൽ പോവാതെ വീട്ടിൽ അടച്ചു കൂട്ടിക്കുന്നതൊക്കെ എല്ലാവർക്കും തോന്നലായിരുന്നു അല്ലേ? ഈ ഫോട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഈ സംശയം മുഴുവൻ ഉണ്ടായത്. ഇനിയിപ്പോൾ നീ പുള്ളിനെ കണ്ടു നീ ഉറപ്പിച്ച് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസവും. ഹരിയേട്ടൻ ഓടിപ്പോണം നീ ശരിക്കും കണ്ട? ഇല്ല, ഞാൻ കണ്ടില്ല. എന്ത് ഭർത്താവാണ് അഞ്ജലി പറഞ്ഞത്? കണ്ടില്ലെന്നാ? ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണത് അയാളാണെന്ന്. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരല്ലേ? ഇപ്പൊ ചർച്ചയൊക്കെ മതി, എല്ലാരും കേട്ടല്ലോ. ഇപ്പോൾ അവനെ കണ്ടിട്ടില്ലെന്നേ. കണ്ടില്ലേ പിന്നെ എന്തിനാടി കണ്ടെന്ന് മുതലെടുത്ത് കള്ളം പറഞ്ഞത്? ഇത് വളരെ മോശമായി പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവളുടെ വാക്കും കേട്ട് നമ്മളവനെ പുറത്താക്കിയിരുന്നുള്ള അവസ്ഥ. ഉള്ളതുപോലെ ഒന്ന് പറഞ്ഞു. കുതിരേട്ടാ, ഞാൻ പറഞ്ഞപ്പോ എന്തായി? അപ്പൊ എന്നെ ഞാൻ CBI കളിക്കണതല്ലേ? ഇവന്മാരുടെ ചോദ്യം കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നീ കണ്ടെന്നല്ലേ പറഞ്ഞു? അത് പറ. അവള് പറഞ്ഞില്ല കണ്ടില്ലെന്ന്. നീ പറഞ്ഞോണ്ട് കാണിക്കണ്ട. അല്ല, നീ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. നീ ഇത് എന്തുദ്ദേശിച്ചാൽ ഇങ്ങനെ ഒരു കള്ളക്കഥ അടിച്ചിറക്കിയത്? കള്ളക്കഥയൊന്നും അല്ല. ഓടിപ്പോയ ആളുടെ പോക്കറ്റിൽ നിന്ന് വീണതായിരുന്നു. ദാറിന്റെ താക്കോലാന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് മാത്രമല്ല, അയാളുടെ വൃത്തിയായിട്ട പെർഫ്യൂമിന്റെ മണം വഴി നീളം ഉണ്ടായിരുന്നു. ஆனால் தலைவர் எத்தனை போனார்? மாத்திரை வாங்கிக்கிறாரு. அவர் எடுத்துகிட்டு போனார். சென்ட்டு வந்து அந்த குரூப் முடிச்சுட்டு எல்லாரும் மேலே வச்சுன்னு இருந்தார். சென்ட்டு எல்லாரும் மேலே வச்சுன்னு இருந்தார். ஏன்னா அவங்க எல்லாருக்கும் தெரியும். ஏன்னா அவரு தான் வந்து சரக்கு அடிச்சு இறங்கிடுச்சு. எனக்கு இது அவர் இவர் எடுத்துட்டு வந்தாரா? സിഗരറ്റ് ആ താക്കോൽ എങ്ങനെ ഉണ്ടാവും എടുത്ത് വന്ന്? നീ എന്നെ നോക്കാനാണെങ്കിൽ ഞാൻ നിന്നെ നോക്കും. ആ താക്കോൽ എങ്ങനെടാ അവിടെ എടുത്ത് വന്നത്? எடுத்துட்டு வந்தது யாரு? இப்போ மாத்திரை தெரியல. மாத்திரை வாங்க போனோம்னா இவனும் தெரியல. ஐயோ அதை ഈ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് അവിടെ എന്താ പരിപാടി? ഒന്നും കാണില്ലല്ലോ. റേഞ്ച് ഇല്ലേ അവിടെ? ആഹാ, എന്താ ടൈമിങ്! സുഖമല്ലേ നിനക്ക്? അന്ന് രാവിലെ വണ്ടിയുടെ താക്കോല് കണ്ടില്ലെന്ന് പറഞ്ഞ് അവനവിടെ കണ്ട് ചീറിപ്പൊളി കണ്ടായിരുന്നു. ശരിയാണ്, രാവിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന വണ്ടി കൊണ്ടുപോയത്. ഈ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ? ഇതാണ് ആ സാധനം. അല്ലെങ്കിൽ ദൈവം കൃത്യസമയത്ത് അവന്റെ പോക്കറ്റ്. അല്ല സുധീരയുടെ ഇതിപ്പോ കണ്ടതുപോലെ തന്നെയല്ലേ? കണ്ടതുപോലെ എന്നൊരവസ്ഥ ഇല്ല അവനെ. ഒന്നുകിൽ കണ്ടു ഇല്ലെങ്കിൽ ഇല്ല. ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞില്ലേ? എന്തിനാ നീ കണ്ടു എന്ന് പറഞ്ഞത്? കണ്ടു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഇതൊക്കെ എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇതെല്ലാം കോംപ്രമൈസ് ആക്കി തീർക്കാമെന്നൊക്കെ ചോദിച്ചു. എന്തായിരുന്നു അത്? ടാക്ടൈൽ ഹാലൂസിനേഷൻ. കൊള്ളാം. എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വെച്ച് ഈ ഗ്രൂപ്പ് വിട്ടു പോകാനാണ്. നിന്നെ പിടിച്ചത് ഹരിയേട്ടനല്ല, ഇവനാണ്. ഈ ശവോണ് പിടിച്ചത്. ഈ ചാവിയല്ലേ തെളിവ്? അല്ലേ? ഈ ചാവി തന്നെയല്ലേ തെളിവ്? അന്ന് ഞാനും ഹരി ഒറ്റ മുറിയിലായിരുന്നു. അന്ന് രാത്രി സിഗരറ്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അയാൾ അല്ലടാ ആണ്. ഞാൻ കണ്ടു. അതിനുശേഷമാണ് മിസ്സായേക്കണത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ ഞാൻ മേടിച്ചിട്ട് പോയത്. ഒരു സെക്കൻഡ് എന്താ സനോഷ് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നീ എന്തായി പറയണേ? എനിക്കെന്ത് വട്ട? ഇവ പകപോക്കാണവൻ. എന്താ നീ കണകുണ പറയാണ്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. അവന്റെ കയ്യിൽ നിന്ന് നീ ചാവി വാങ്ങിയോ ഇല്ലയോ? ഇല്ലടാ. കള്ളത്തരം വേണ്ട, ഉള്ളത് പറ. ചേട്ടാ, സിഗരറ്റ് വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞതും കീ എടുത്തോളാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ പുള്ളി ആ അവിടെയുള്ള ഏതൊരു ഡൈനിങ് ടേബിളിന്റെ കൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ.
ഞാനത് എടുക്കാൻ പോയി. ആ കൊട്ടയുടെ ഒരു കുന്തം ഉണ്ടായില്ല. കുറച്ച് മുന്നേ ജോലി നീ പാതിരാത്രിക്ക് അഞ്ജലി കിടന്ന റൂമിന്റെ അങ്ങോട്ട് പോകണമെന്ന്. നീ എന്തിനാ അങ്ങോട്ട് പോയെ? ഞാനെന്തിനാ അഞ്ജലിയുടെ റൂമിൽ? അതെനിക്കൊരു ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടുമെന്നറിയാൻ ഷാജിദയുടെ അടുത്ത് പോയതാണ്. അപ്പൊ ഇവൻ തന്നെ കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ ആ ജോലി കണ്ടു എന്നൊക്കെ. അപ്പോഴേക്കും ഇവൻ കഥയുണ്ടാക്കി തലവേദന. എന്നിട്ട് നീ മരുന്ന് വാങ്ങിച്ച? ഇല്ല, ഇത്തിടയില് ടാബ്ലറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ നീ ഷാജിനെ കണ്ടു? ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. 10-20 വർഷം പത്രത്തിൽ ജോലി ചെയ്തവനാ ഞാൻ. ഇതിലും വലിയ കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാ കള്ളലക്ഷണം. കള്ളത്തരം നിർത്തിയിട്ട് മര്യാദക്ക് സത്യം പറയടാ. ഞാനാണോടോ നാറി കള്ളം പറയണത്? ആണോടോ നാറി? ഇവിടെ താനല്ലേ, താൻ ഒറ്റ കള്ളം പറയണ. എല്ലാവരോടും കൂടെ ഞാൻ ഒരു കാര്യം പറയാൻ പോവാ. അഞ്ജലി ഇവിടെ വന്ന് ഈ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതെല്ലാം ഇവനോടാണ്, ഈ വിനയോട്. അല്ലാതെ അഞ്ജലി ഇയാളെ കണ്ടിട്ട് കൂടിയില്ല, അറിയോ? ഇവൻ ഇന്നലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഉള്ള കഥയെല്ലാം അങ്ങനോട് പറഞ്ഞ് എന്നിട്ട് നമ്മുടെ അടുത്ത് അവതരിപ്പിച്ചാണ് അയാള്. ഒരു കോപ്പുമില്ല. ഇവൻ എങ്ങനെയെങ്കിലും ആ ഹരീനെ ഒന്ന് പുറത്താക്കണം, അതാ കാര്യം. പിന്നെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. കാര്യങ്ങളെല്ലാം ഞാൻ വിനയനോടാ പറഞ്ഞത്. കേട്ടല്ല? എല്ലാരും വിനയും ഹരിയും തമ്മിലുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാ. എന്നിട്ട് എപ്പോഴാണ് പറഞ്ഞത്? അല്ല, ഞാൻ എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കാനാണ്? ഇന്ന് തന്നെ കണ്ടില്ലേ സന്തോഷേട്ടൻ ഞാനും ഹരിയും തമ്മിലുള്ള പ്രശ്നം പൊക്കിക്കൊണ്ടുവന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനോട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. ഞങ്ങൾ പൊട്ടം കളിപ്പിക്കാൻ മതം കൂട്ടു നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്ത് ഇത്ര വലിയ കുറ്റമായോ സന്തോഷം? ഷാജിദ് എന്താ പറഞ്ഞത് സുധീരെ? അവനെ കണ്ടെന്നാണോ? എന്താ ആലോചിക്കുന്നത് സുധീരെ? ഷാജിദ് എന്താ പറഞ്ഞത്? നന്ദനെ പറ്റിയാണെങ്കിൽ അവൻ ടാബ്ലറ്റ് വാങ്ങിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും കേട്ടോട്ടാ. ഡാ നീ പ്രത്യേകിച്ച്. അഞ്ജലി സംശയിച്ചില്ല എന്നെ? നിനക്കുള്ളതേ ഞാൻ വച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. എങ്ങനെ നിങ്ങളോട് പറയണ്ടെന്നാണ്. മോള് കണ്ടെന്നാ പറഞ്ഞത്. അഞ്ജലി ചേച്ചിയും വിനയ് ചേട്ടനും കൂടി കിസ് ചെയ്യുന്നത് കണ്ടു എന്നാ പറഞ്ഞത്. എന്ത് കുഴപ്പമാണ്? ഷാജിദ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞേ ഉള്ളൂ. എന്ത് അഞ്ജലി ഞാൻ കിസ് ചെയ്യുന്നില്ല? അഞ്ജലി നീ കേട്ടാ, നല്ല കോമഡി. ഞാനിവിടെ കിസ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജനറേഷൻ്റെ പ്രശ്നം. ഒരാണും പെണ്ണും അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റേ കണ്ണു വെച്ച് നോക്കും, എന്നിട്ട് അത് പറയുകയും ചെയ്യും. ഇതിപ്പോ ഇന്നിങ്ങനെ ഒരു ദിവസമായി പോയി. അല്ലെങ്കിൽ ഈ പറഞ്ഞേനെ അവള് നിങ്ങൾക്ക് നല്ല അടിയെന്നേനെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒളിച്ചും പാത്തും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതും ഇവളായിട്ട് കിസ് ചെയ്ത് പോലും. എനിക്ക് ഇപ്പോഴാണ് പിടുത്തം കിട്ടിയത്. സുധീരന്റെ കൊച്ചെന്താ കണ്ടെന്നറിയോ? ദേവദത്തനും പത്മിനിയും ആ ഷാഡോ പ്ലേയിൽ ഉമ്മ നോക്കുന്ന ഇതില്ലേ, അതാണ് കണ്ടത്. മാങ്ങാത്തുരി. മനസ്സിലായി. സോറി. അല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് തെണ്ടിത്തരവും പറഞ്ഞു ഈ സോറി പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ജലി ഇത്ര ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം ഇയാൾ പറഞ്ഞിട്ട്. നിർത്ത്. ഞാൻ എന്തൊക്കെ കള്ളത്തരം പറയണം? വേറെ ആരൊക്കെ ഇനി പേടിക്കണം? ഇനി എനിക്ക് പറ്റില്ല. ഞാനും ഇവരും കഴിഞ്ഞ 1 വർഷമായി റിലേഷൻഷിപ്പിലാണ്. കുട്ടി കണ്ട എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അന്ന് റിസോർട്ടിൽ വെച്ച് ഞാനും ഇവനും കിസ് ചെയ്തു. അന്ന് മാത്രമല്ല, ഇതിനു മുന്നും പലവട്ടം നടന്നു. കാരണം വി ലവ് ഈച്ച് അതർ. ഇതൊരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഇവര് പേടിയുണ്ടാവും നിങ്ങൾ? അല്ല, എനിക്കുണ്ടായിരുന്നു. ഇനിയില്ല. നിന്നോട് ഞാൻ എത്ര ചോദിച്ചിട്ടുണ്ടോ നീയും ഈ നിക്കണോ നമ്മൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്? കൈയെടുത്ത് മാറ്റ്. This is none of your business. കല്യാണം കഴിച്ച ഒരുത്തന്റെ കൂടെ ഉണ്ടാക്കി നടക്കണം നിന്നെ പോലത്തെ ഒരുത്തിനാണ് ഞാൻ ഇത്രയും കാലം തലയിൽ വെച്ചിട്ട് നടന്നു വെച്ചല്ലേ? അതിനടുക്ക് അവന്റെ ഒരു പ്രേമം. ചെലവൻ ചേട്ടാ,
ഞാൻ നേരത്തെ മാറ്റർ വിട്ടാങ്ങടാ ഇവங்க ദൂരമില്ല സെറ്റപ്പ് ആണെന്ന്. എന്തൊക്കെയായിരുന്നു? താക്കോലെടുക്കുന്നു, ഇവൻ മദനെ കൊണ്ട് പറയിപ്പിക്കുന്നു, നമ്മളെല്ലാം കൂടി ഹരിയിൽ പുറത്താക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു. മണ്ടന്മാരെ നിങ്ങൾ കാര്യം മനസ്സിലായ? ഇവൻ ഹരീനെ പുറത്താക്കാൻ വേണ്ടി ഇവളെ കൊണ്ട് കളിച്ച നാടകമായിരുന്നു ഇത് മുഴുവനും. അല്ലാതെ ഇവളെ ഒരുത്തനും കയറി പിടിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല. അഞ്ജലി, എനിക്ക് സമാധാനമില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇവന്മാർ ഇത് തന്നെ പറയുന്നു. സത്യം പറ, സത്യം പറ, കുറച്ചുകൂടി സത്യം പറ. എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും ഒന്നും വിശ്വസിക്കണ്ട. അയച്ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ആദ്യം നീ ഹരിയുടെ വിധി പറഞ്ഞു, അത് ഞങ്ങൾ വിശ്വസിച്ചു. പിന്നെ അത് നന്ദനായി, അതും ഞങ്ങൾ വിശ്വസിച്ചു. നീ കാണാത്തൊരു കാര്യം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും മോളെ? ഇനി നാളെ നിനക്കൊരു തോന്നൽ വരികയാണ്, ഞാനാണത് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? என்னடா கன்க்ளூஷன் சொல்லுவாங்களா? 15 minutes ആണ്. അഞ്ജലി, ഞാൻ 10 മിനിറ്റ് നിന്റെ പുറകെ അടക്കാൻ തുടങ്ങിയിട്ട്. ഈ വാദം നിങ്ങൾ സംസാരിക്കും. ഇവിടെ നിന്നാ ബസ്സും കിട്ടൂല, ഒരു കോപ്പും കിട്ടൂല. നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞു വിനെ. ഇനി ആരെങ്കിലും ഞാനില്ല. അഞ്ജലി, ഞാൻ നിന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞതല്ലേ നീ അവനെ കണ്ടു എന്ന് പറയണം എന്നുള്ളത്. ഞാൻ അയാളെ കണ്ടില്ല വിനയ്, അതുകൊണ്ടാണ് കണ്ടില്ല എന്ന് പറഞ്ഞത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഒരാൾ പോലും അത് ചോദിച്ചില്ല. ഹരി അല്ലെങ്കിൽ പിന്നെ ആരാ? ഒറ്റൊരാൾ പോലും ചോദിച്ചില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുന്നു അഞ്ജലി, നീ പറഞ്ഞായിരുന്നു ശരി. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. നിനക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാനുള്ള ഇഷ്ടം, അത് മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിയാട് മാഞ്ചാനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളല്ല, ഞാൻ. പക്ഷെ എല്ലാവരും ഹരിക്ക് വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോ ആ വീട്ടിൽ ഹരിയുടെ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തു. എൻ്റെ ഫീലിംഗ് ശരിയാണ് അഞ്ജലി. ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. എന്താ? ഓ, അപ്പൊ ഞാൻ ഗ്രൂപ്പ് വിട്ട് പോയതല്ല, അവരെന്നെ പുറത്താക്കിയതാ അല്ലേ? നീ പറഞ്ഞ ട്രിപ്പ് പോവാൻ. ഏയ് അങ്ങനെയല്ലടി, അവരെത്ര വലിയൊരു സംഭവം കേട്ടതിൻ്റെ ഒരു ഇതില് ആദ്യം നന്ദന എന്നോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അട്ടിച്ചാണ്ട കാരണം കുട്ടി പൊട്ടിക്കാനാണ് തോന്നിയത്. ഷെഫ് എന്താ ചിന്തിക്കുന്നത്? അല്ല, ഞാനിപ്പോ എന്താ, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നീ ഇല്ലാണ്ട് പോകുന്നൊരു സീനില്ല. இவரு மாறிட்டாரு. அஞ்சலி எல்லாம் சும்மா சொல்ற போதுடா. ഇത് എല്ലാമേ അപ്ലൈ ആവறது. ഇത് தெரிஞ்சு ഞാനേ കൃത്യസമയത്ത് ആ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. അവിടെ നടന്നാ കൂടെ അഡ്ജസ്റ്റ് பண்ணி പോ. அந்த மாதிரி தான் അപേക്ഷയുണ്ട്. ഇന്ന് ഇവിടെ നടന്നായിരുന്നു ഹരി അറിയരുത് കേട്ടാ. നമ്മൾ ടൂർ കഴിഞ്ഞ് വരണവരെ ഹരിയൊന്നും അല്ലേ കേട്ടാ. നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് കാണാൻ കഴിയുന്നത്? അവൾ പെണ്ണാണെങ്കിൽ ഇപ്പോൾ പോയിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി അറിയാൻ പാടില്ലായിട്ടാണ്. അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ സുധീറേ, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാന്നേ. ചെയ്തു എന്ന് പറഞ്ഞ ആളെ അവൾ കണ്ടിട്ടില്ല, അവളന്ന് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ ഭൂലോക ചെറ്റകൾ. അവൾ ഈ പറഞ്ഞ സത്യമാണ് തന്നെ എനിക്ക് തോന്നുന്നത്. അവളെ കയറി പിടിച്ച ഒന്നിൽ ഹരിയേട്ടൻ അല്ല നമ്മുടെ കൂട്ടത്തിലാള്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ അത് നീയായിരിക്കുള്ളൂ. എന്ത് വർത്താനം ഈ പറയുന്നത്? ചേട്ടാ, നിങ്ങൾക്ക് ആ ഹരിയേട്ടനെ വിളിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ചേട്ടാ, ഈ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ചേട്ടൻ ഒക്കെ നടന്നു വന്ന് ഒരു കൈ കൊണ്ട് തൊപ്പി ഒന്ന് ഊരി അതൊക്കെ അയാളുടെ അടുത്ത് വന്ന് കുഞ്ഞിരിക്കുകയാണ്. ഒരു ഏരിയൽ ഷോട്ടാണ്. അവിടെയാണ് നമ്മുടെ ഇന്റർവൽ പഞ്ച്. സാറേ, ഷോട്ട് റെഡിയാടാ? ഷോട്ടായില്ല, മദൻ
ശരി അത് ഓക്കെ അല്ലേ? അവൻ്റെ കുറച്ച് പത്രക്കാർ ഫ്രണ്ട്സുമായിട്ട് നല്ല കള്ളുകൂടിയാണ്. ഓ ഞാൻ പറ്റു വെച്ചാ ഏത് പാതിരാത്രിയിൽ അവൻ വിളിച്ചാലും ഒരു സിനിമാക്കാരൻ ഓടി വരുമെന്ന് പറഞ്ഞു. അന്നൊന്നും പറഞ്ഞില്ല, മനസ്സ് കുറിച്ച് വെച്ച്. രാവിലെ ഞാൻ അവൻ്റെ വീട്ടിലൊന്ന് പോയായിരുന്നു. ഒന്നിന് പഠിച്ചാൽ മൂന്നല്ലേ ലാസ്റ്റ് ഒന്ന് വിളിക്കുന്നേ? വിളിക്കാം. വിനയ് മാറിയെന്നാ മാറിയെന്ന് പോവുകയുള്ളു. എന്നാ പോരെ. യൂറോപ്പ് 8 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് കിടന്ന് വെട്ടി തിളങ്ങുമായിരുന്നു. പാവം ഭാര്യയുടെ ചെറിയ കരി നിർത്തണേ. ആ പിന്നെ വിളിക്കുന്നുണ്ടോ? சும்மா சொல்லிருக்கான்டா. സ്പീക്കറിൽ പിന്നെ ബോംബങ്ങ് പൊട്ടിച്ചേക്കാം അല്ലേ? ഒരു മിനിറ്റ്. எதுக்குறா தேவையில்லாத வேலை? அவனை ஃபர்ஸ்ட் பண்ணிருக்கானுங்கடா இந்த மாதிரி சினிமாக்காரனை கூப்பிட்டு எப்படி இருந்தாலும் ஓடி வருவான் அப்படின்னு சொல்லிட்டு. സാറിനെയോ? ഏത് സാറിനളിയാ? എടാ നീ പറഞ്ഞില്ലേ നമുക്കൊരു യൂറോപ്യൻ ട്രിപ്പ്. യൂറോപ്പിന് പോകാൻ പറ്റിയൊരു കിഴങ്ങൻ ക്രൗൺ പ്ലാസ ഞാനങ്ങ് മറന്നെന്ന് കരുതിയോ മോനെ? അതെ നീ അത് അവരോടൊന്നും പറഞ്ഞില്ലല്ലോ, വെറുതെ പറയണ്ട നാറും. നീ എന്നെ ഒന്ന് കറക്കി, ഞാൻ തിരിച്ച് നിന്നെ ഒന്ന് കറക്കി. ഒന്നേ ഇതിവിടെ തീർന്നേ. അളിയാ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കലക്കി ബെസ്റ്റ്. നമുക്കിത് കിട്ടേണ്ടതായിരുന്നു. എന്തായാലും ബെസ്റ്റ് പരിപാടി, അടിപൊളി പരിപാടി, കിട്ടേണ്ടതായിരുന്നു. നിനക്ക് തോന്നണം. கர்மா உள்ள புத்தியம் உள்ள. ஆனால் யாரோ ஒருத்தர் தானே. ஓ இது அந்த ஆடுகள் எல்லாமே. സലീം ചേട്ടൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടാണ് അയാൾ എന്നെ കയറി പിടിച്ചത്. ഇനി ഒരു കോംപ്രമൈസിനും ഞാൻ ഇല്ല. സോഫിയ ഒരു മിനിറ്റ്. 2:12 എന്റെ മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന ഈ കപിൽ എങ്ങനെ നിന്നെ കയറി പിടിച്ചെന്നാ പറയുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നോ? എടോ തന്നോട് ഞങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വിളിച്ചു വെച്ചിട്ടുണ്ടോ? കപിലിനെ പിടിച്ച് പുറത്താക്കുക എന്നല്ലാതെ നമ്മൾ കലാകാരന്മാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ? മോളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിക്കരുതെന്ന്. പറയുന്നത് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങിക്കോണം. എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഹാലൂസിനേഷൻ ആണെന്നാണ്. സോഫിയ നീ വേണേ പൊക്കോ, പിന്നെ പറഞ്ഞതാരും വിശ്വസിച്ചില്ലാന്ന് കംപ്ലൈന്റ് പറയാം. എനിക്ക് ഈ ഒളിച്ചും പാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരും കയറി പിടിച്ചേടി എനിക്ക് തോന്നുന്നു. കപിലിനെ പുറത്താക്കാൻ ഇവളെ കൊണ്ട് കളിച്ച നാടകമായിരുന്നു ഇത് മുഴുവൻ. ആരും ഒന്നും വിശ്വസിക്കണ്ട. അലക്സിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ആദ്യം നീ കപിലിന്റെ പേര് പറഞ്ഞു, അത് ഞങ്ങൾ വിശ്വസിച്ചു. സോഫിയ നീ നമ്മുടെ ഗ്രൂപ്പ് ഇട്ട് പോകരുത്. അത് ചെയ്തത് ഞാനാണ്. എന്ത് ബാധയാണ് കയറിയെന്ന് എനിക്കറിയില്ല. മുമ്പ് ഒരിക്കലും നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ചെയ്തത് ഞാനാണ്. താനിത് ഗ്രൂപ്പിൽ പറഞ്ഞോ? ഇല്ല, നീ വാ, ഞാൻ ആരുടെ മുമ്പിലും പറയാം. ചെയ്തത് ഞാനാണ്. നിനക്കെന്നെ കാണണ്ട സോഫിയ? വേണ്ട, എനിക്ക് എന്നെ കാണണ്ട. തിരിച്ചു പോയിക്കോ. ആരോടും ഒന്നും പറയണ്ട, ആരും ഒന്നും അറിയണ്ട. ഇല്ല ഇല്ല സോഫിയ, എനിക്കിനി കുറ്റബോധം കൊണ്ട് ജീവിക്കാൻ വയ്യ. നീ എന്നെ കാണണം. വേണ്ട, ഞാൻ പറഞ്ഞല്ലോ പൊയ്ക്കോളൂ. നീ ആരാണെന്ന് എനിക്ക് അറിയണ്ട. നീയും ആ 11 പേര് തമ്മിൽ ഇന്ന് എനിക്കൊരു വ്യത്യാസവും ഇല്ല. இருக்குதுன்னு நினைக்கிறேன்டா, ஒரு மாதிரி சைட்லயே ஓடுது. ഇനി അഞ്ജലി സംസാരിക്കട്ടെ. I think you can start by introducing your teammates. Thank you for being such a wonderful audience. I can't begin to tell you how overwhelming it was to write and direct this play. ഞാൻ എൻ്റെ 12 ടീംമേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അൽതാഫ്, ആദിൽ, ആകാശ്, അമൽ, ആദിത്യൻ, രാജേഷ്, ശരത്, വൈശാഖ്, കൃഷ്ണജിത്ത്, ദിപിൻ and Jitin. So, ஆட்டம்
வண்டர்ஃபுல் மூவி, செம்மையாக இருந்தது. என்ன சொல்கிறதுனே தெரியல. அது என்ன சொல்ல செல்ஃப் கொஸ்டினா அந்த மாதிரி தான் இருந்துச்சு. இது காட்டாமல் இருந்தது தான் வந்து மெயினான இது ப்ளஸ் ஸ்டோரியில். சரி யாராக வேணா இருக்கலாம். ஆஃபீஸ்லேயே தெரிஞ்சிச்சு அங்கே ஹரி இல்லை. ஹரி இல்லைன்னா கன்ஃபார்மாக வேறு ஒருத்தவங்க பண்ணியிருக்காங்க யாரோ ஒருத்தங்க. பட் ஆனால் யாருமே வந்து வில்லிங்காகவும் வரல. அந்த கொஸ்டின் கேட்கல. அந்த பொண்ணு சொன்ன மாதிரி தாத்தா அந்த இது கேட்டதுலேயே ஒரு மாதிரி ஆகிட்டாங்க. ஒரு கொஸ்டின் ரைஸே ஆகல. சரி ஹரி இல்லை, அப்புறம் அந்த நந்தனும் இல்லை, வேற யார் அப்போது மீதி இருக்க? அப்போ 9 பேரில் யாருமே அந்த கொஸ்டின் ரைஸ் பண்ணல. அவங்கள பொறுத்த வரைக்கும் அது நடந்திருந்தாலும் ஒன்றுமே இல்லை, நடக்கலனாலும் ஒன்றும் இல்லை. அதுவும் இல்லாமல் அந்த பொண்ணு இப்போ ஒரு பெரிய ஆஃபர் வரும்போது இது நடந்தது நீ நடக்காத மாதிரி நினச்சிக்கோமா, எந்த அளவுக்கு போச்சுன்னா இது வந்து உன்னோட ஹாலுசினேஷன் சொல்கிற அளவுக்கு போயிடுச்சு. எப்படி நம்ம சொல்லுவோம், ஆனால் கமெண்ட்ல வந்து வேற ஒரு பெர்ஸ்பெக்டிவ்ல ஒரு கமெண்ட் வரும் சொல்லிட்டோம். பட் ஆனால் படம் வந்து சரியான மெசேஜ். ஓல்டு அந்த கிஃப்ட் வந்து ஸ்க்ரீன் பிளேக்கு நேஷனல் அவார்ட்லாம் போடுது. ஒரு 4 அவார்டு, 4 நேஷனல் பெஸ்ட் எடிட்டிங் எனக்கு தெரிஞ்சு கேமரா கொடுத்துருக்கலாம்டா. நடுவில் எனக்கு எங்கெங்க தெரியுமா ரொம்ப குரூப் ஆச்சு. ஒரு விஷயம் சொல்றாங்க, இது இப்படி அந்த கீ எடுத்துட்டு போனேன்னு சொல்லும் போது டப்பு டப்புன்னு ஒரு 4 மூஞ்ச காட்டினாங்க. அது ஒரு மாதிரி ஆயிடுச்சு. இப்போ ஒருவாள் இவனா இருக்குமோ, அது வந்து எடிட்டிங்கோட இது. அதான் இல்லை என்ன தெரிஞ்சு என்னன்னா இது இவங்க பண்ணதே ஒரு தியேட்டர் பிளே மாதிரி தான் பண்ணிருப்பாங்க போல. கேமரா வந்து 4-5 கேமரா வச்சிருக்காங்க, மல்டிபிள் ஃபேஸஸ்க்கு கேமரா வச்சிருக்காங்க போல. அவங்க தியேட்டர் பிளே மாதிரி இவங்களும் தியேட்டர் பிளே பண்ணிருக்காங்க. ஏன்னா நிறைய இதுல வந்து ஸ்டார்ட் பண்றாங்க ஹரியா இருக்குமோ அப்படின்னு சொல்லும் போது ஒண்ணு சொல்லுவாங்க, ஏய் இவன் ஹரிக்கு வந்து சொம்பு ஊதுறோம்டா அப்படின்னும். அங்க ஒரு ஷாட் எடுத்து அப்படி டப்புன்னு இன்னொருத்தர் ஃபேஸை காட்டுறாங்க. இவனும் டவுட் ஆகுது. அந்த மாதிரியே போச்சு. எல்லாருமே டவுட் இருந்துச்சு. சூப்பரா இருந்தது. என்னன்னா யாரும் அந்த பொண்ணு வந்து யாருன்னு தெரியலன்னு சொல்றா, ஆனா அது அந்த குரூப்ல தான் யாரோ ஒருத்தவங்க பண்ணியிருக்காங்க அப்படிங்கிறத அது மற்ற டீம்மேட் வந்து இப்போ யாராவது ஒருத்தர் சரி யாராவது ஒருத்தர் பண்ணிங்க சரி நம்ம கண்டுபிடிப்போம்னு சொல்லிட்டு எல்லாரையும் பிடிச்சி நிற்க வச்சு நீ பண்ணியாதான் சொல்லிட்டு என்கொயரி பண்ணுறதை விட்டு இந்த பொண்ணு தான் எல்லாம் கேள்வி கேட்டிருந்தாங்க. விக்டிம் பிளேமிங் அந்த மாதிரி தான் இருந்துச்சு. அந்த நம்ம இப்போ நிறைய நியூஸ்லாம் பார்க்குறோம்ல, இட் ஹேப்பன் பிகாஸ் ஷீ ட்ரெஸ் தட் வே அப்படின்ற மாதிரி இருக்கும். பட் ஆனால் திருப்பி ஒரு கொஸ்டின் வரும், ஒய் கான்ட் யூ ரைஸ் யுவர் பாய்ஸ் அஸ் அ ஜென்டில்மேன்னு. ஸோ அதுதான் இருக்கு. அவங்கள ப்ளேம் பண்ணுறதுக்கு பதில் ரொம்ப ஒழுங்காக இருக்குன்ற மாதிரி அதுவும் இல்லாமல் அது எல்லாமே முடிஞ்சிருச்சு. பயங்கரமாக முடியும் போது பயங்கரமாக எடுத்துன்னு வந்து முடிக்க போகிறான்னு வச்சேன். பட் இது வந்து இந்த எண்டிங் இன்னும் ஒரு தாக்கத்தை ஏற்படுத்துகிற மாதிரி இருக்கு. அதே மாதிரி அவங்க பிளே போட்டிருந்தாங்க பத்தியா, அதுல வந்து எல்லாருமே லாஸ்ட்ல வந்து மாஸ்க் தான் போட்டாங்க. அவங்க அந்த பொண்ணோட பாயிண்ட் ஆஃப் வியூல எல்லாருமே சேம் ஆயிட்டாங்க, அந்த 11 மெம்பர்ஸும் சேம் ஆயிட்டாங்க. ஸோ ஷி குடன் ஏபிள் டு டிஸ்டிங்விஷ் வாட் என்ன இவங்க அவங்க தான் அப்படின்ற மாதிரி தெரியல. அந்த பொண்ணோட பாயிண்ட் ஆஃப் வியூல 11 பேரும் ஒரே மாதிரி தான். அது கரெக்டா யாரும் தெரியல தேவையில்ல, அந்த மாஸ்கை போட்டு சூப்பரா காட்டியிருந்தாங்க. இந்த யாரும் தெரியல எல்லாருக்கிட்டையுமே கொஞ்சம் உஷாரா இருக்கிற அப்படின்னா மாஸ்க் செம்மையா இல்லை நீங்கள் எல்லாருமே வந்து குற்றவாளி தாங்கிற மாதிரி. ஸோ அருமையான நீங்கள் இதை சொல்லலாம், வி மேக் டிஃப்ரெண்ட் டைப்ஸ் ஆஃப் மூவிஸ். இது நல்லா இது மூவி சூஸ் பண்ணோம். மூவி பியூட்டிஃபுல் மூவி. எனக்கு தெரிஞ்சு பார்க்க வேண்டிய மூவி இதெல்லாம் வந்து ஜஸ்ட் பிகாஸ் வந்து ஒரு நல்ல ஆக்டர் ஒரு ஃபேன் பேஸ் ஆக்டர் இருக்காங்கன்றதுக்காக அவ்வளோ ஃபோட்டோ வினய் ஃபோட்டோ தவிர அந்த இன்னொருத்தர காமெடி இவரா நிறையா பண்ணாரு. அவரை மட்டும் தான் பார்த்துருப்போம். எனக்கு தெரிஞ்சு வேற எல்லாருமே நியூ ஃபேஸ், எல்லாரும் செம்ம பெர்ஃபார்மன்ஸ். சரியான எல்லாருமே ஞாபகம் வச்சுக்கிற மாதிரி ஒவ்வொருத்தருக்கும் ஒரு ரோல் இருந்து பத்தியா. படம் எப்போ தொடங்குச்சு எப்போ முடிஞ்சுன்னு தெரியல. நாங்கள் ஒரு நடுவில் ஒரு பார்த்தோம், இன்னும் 15 மினிட்ஸ் இருக்காரு. எடுத்து இன்னொரு அடி பார்த்தா 15 மினிட்ஸ் தான், 15 மினிட்ஸ் தான் இருக்குது. அவ்வளோ ஃபாஸ்ட்டாக போயிடுச்சு செகண்ட் ஹாஃபே இல்லை நினைக்கிறேன், இன்டர்மிஷனே இல்லை, ஸ்க்ரீன் பிளே தான். அது வாங்க பொண்ணு பெர்ஃபார்மன்ஸும் சூப்பராக இருந்துச்சு. கடைசியில் வந்து இந்த கர்மா வந்து இந்த பொண்ணை எவ்வளோ போகிறான்னு கட்சியில் ரிவீட் ஆயிடுச்சு போகிறோம், அவங்களே அடிச்சுட்டு. இல்லை அந்த பொண்ணு கட்சியில் அந்த ஃபாரின் போகிற ட்ரிப்பு கேட்டு சிரிச்சு போச்சு, மாறி ஆகிட்டேன் நான். அது கூட ஃபாரின் ட்ரிப் கூட இல்லை, வினய் ஃபோட்டோ அந்த அவங்க குரூப்ல செட் ஆனேங்கிற மாதிரி ஆச்சு. எனக்கு அவங்க சிரிக்கும் போது நானே நினைச்சேன் படம் பேர் வந்து ப்ளே ஓகே சம்திங் ஏதோ ப்ளே பண்றாங்க, இதெல்லாம் ரொம்ப டென்ஷன் ஆயிடுறாங்க. ஓகே ஏதோ ஃபன் பண்றாங்க போல, ஃப்ராங்க் பண்றோம் அப்படின்ற மாதிரி. ஆனா அந்த பொண்ணு சிரிச்சுட்டு ஃபர்ஸ்ட் ஒரு 2 வாட்டி சிரிச்சுதா, ஓகே ஃபைன் ஓகே இது நல்லா சிரி. பட் அந்த லாஃப் அப்படியே கண்டினியூ அது க்ரை ஆச்சு பாரு. நம்ம இவரு வாட்டர் வெயிட் பண்ணுவாரு. வினய் ஃபோர்ட் மேலேயும் பயங்கரமா டவுட் வந்துருக்குமா. டவுட் இருந்தவர் அவர் வந்து அந்த சிச்சுவேஷனை அவருக்கு பாசிட்டிவா மாத்திக்கிறாரு. அது ஒன்று. அதே மாதிரி அந்த பொண்ணு அப்பயே சொல்லிச்சு எப்போ எல்லாரும் நம்ம பற்றி சொல்ல போகிற அப்படி இப்படின்னு. அவர் கடைசி வரைக்கும் வந்து ஒரு மாதிரி பண்ணிட்டார், சீப்பாக பண்ணிட்டார் டப்புன்னு.
ஒரு குழந்தை பார்த்துருக்கு, அது என்ன பொய்யா சொல்ல போகுது, அந்த இடத்துல அவர் பொய் சொல்லுவாருன்னு எதிர்பார்க்கல. சரி நாங்க ரிலேஷன்ஷிப்ல இருக்கோம் அப்படின்னு டக்குன்னு சொல்லுவாருன்னு நினைச்சேன். இல்ல சரி இருக்கும், இப்ப என்ன பிரச்சனை, நாங்க இருக்கோம் உங்களுக்கு என்ன பிரச்சனை, பொண்ணு தைரியமா சொல்லிச்சு இல்ல. ஆனா அவருக்கே அது இதுவாயிடுச்சு டக்குன்னு அவ சொன்னா நான் சொல்லாது. ஸோ இந்த ஆட்டம் படம் வந்து கண்டிப்பாக எல்லாரும் பார்க்கணும், வேற லெவல் மூவி. ஆமாம், தயவுசெய்து பாருங்கள். அண்ட் ஆல்சோ அந்த நேஷனல் அவார்டு கொடுத்த ஜூரிஸ் அவங்களுக்கு வந்து இது பண்ணும், ஏன்னா ஒரு பக்காவான மூவி தான் கொடுத்துருக்காங்க. இதனாலே இப்போ நம்ம பார்க்க ஒரு மெயின் ரீசனே அதுதானே, நேஷனல் அவார்டு கொடுத்துருக்காங்க. ஸோ ஹோமோ கிட்ட நம்ம அந்த மாதிரி தான் பார்த்தோம், நாட் 24 அதுவும் நேஷனல் அவார்டு மூவி. ஸோ இதுவும் நேஷனல் அவார்டு கொடுத்துருக்காங்க. ஸோ அந்த ஒரு மெயின் ரீசனை பார்த்தோம். ஸோ நல்ல மூவி பாருங்க, எல்லாரும் பார்க்க வேண்டிய மூவி, சோஷியல் மெசேஜ் இருக்கிற மூவி. புரியலன்னா போயிட்டு தயவு செஞ்சு நெட்ல போட்டு என்ன அது பாருங்க, பார்த்துட்டு அதுவும் நம்மளுக்குமே கொஞ்சம் சொல்லிக்கணும். ஸோ ஓகே கேஸ், நம்ம இன்னொரு ஸோ ஓகே கேஸ் நம்ம இன்னொரு வீடியோவில் நல்ல மூவி, நல்ல மலையாள மூவி பார்க்கலாம். எஸ் வெரி சைனிங் ஆஃப்.